السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ ക്ലാസ് റൂം കറുപ്പന്മാരെ കൂട്ടത്തിൽ പെട്ടത് കൊണ്ട് ഈ കറുപ്പന്മാര് പൊതുവെ രണ്ടാം കട പൗരന്മാരായിട്ടാണ് ഇപ്പോഴും ആൾക്കാർ കാണുന്നതെന്ന് ഉറപ്പാ. അതുകൊണ്ടാണ് ഇപ്പൊ അവിടെ 150 ആക്കിയേ പറ്റുള്ളൂ. നിറണ്ടെങ്കിൽ നിറഞ്ചോർക്കുണ്ടെങ്കിൽ എത്ര ആൾക്കും കയറാം. ശരിയായില്ലേ? അപ്പോ ഫത്വൽ മൊയ്ന് വളരെ പ്രധാനപ്പെട്ട ഖിയാമുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൂടിയാണ് ഇന്ന് ഓതാനുള്ളത്. രണ്ടാം റൂം ഓപ്പനാണ് പറഞ്ഞു. ആയിക്കോട്ടെ, ഞാൻ ബാക്കി ഇനി പുതിയ വരുന്നോലൊക്കെ രണ്ടാം റൂമൊക്കെ പോയിക്കോട്ടെ, അതേ ഇപ്പൊ പറ്റുള്ളൂ. ശരിയായില്ലേ? എന്നാലും ഇപ്പൊ ഒരു സുഖം കിട്ടൂല. നെയ്തൊക്കെ ആവൂല, എഴട്ടാല് എന്നാണ്. അങ്ങനെയല്ലേ അലിക്കുട്ടി ഉസ്താദ്? അരിക്കുട്ടി വയസ്സ് അറിയുന്നുണ്ട്. രണ്ടാം നോമ്പ് തോന്നാണ്. സാധാരണ തുണിക്ക് ഓട്ട വന്നാല് അത് എഴട്ടിട്ട് അടക്കലുണ്ട്, എന്നാലും അത് വേറിട്ട് കാണും. നെയ്തതിന്റെ ആ ചേല് അത് കിട്ടൂല. രണ്ടാം റൂമിലായാലും ഓൽക്കിപ്പോ വല്ല മസാല ഇസ്കാല് ചോദിക്കാനുണ്ടെങ്കിൽ ഒരു നിവൃത്തി ഉണ്ടാവൂല. മനസ്സിലാടെ വെക്കാന്ന് മാത്രം. അതാ പ്രശ്നം. ഏതായാലും ആട്ടെ, വേറെ നിവൃത്തിയില്ല. ഇപ്പൊ ഇന്ന് ഇൻഷാ അല്ലാഹ് ശനിയാഴ്ചത്തെ ക്ലാസ് തുടങ്ങുമ്പോൾ അതിന്റെ മുമ്പൊക്കെ ശരിയാവും എന്ന് വിചാരിക്കാം. ഇന്നിപ്പോ ഇങ്ങനെയാണ് പോട്ടെ. ആലിക്കുട്ടി ഉസ്താദ് കേട്ടണോ പറഞ്ഞ പണ്ട് ഒരു ചെക്കനെ ബാപ്പ വലിയ അടിപൊളി ഡീസന്റിന്റെ ആളായി. പക്ഷെ മരിച്ച് കഫൻ തുണി വാങ്ങാൻ പോയ മകനാ. അപ്പൊ താന്നൊരു കോറ എടുത്തുകൊണ്ട് കൊണ്ടുവന്നേ. അപ്പൊ ആരോ ചോദിച്ചു, എടാ ബാപ്പാന്റെ കഫൻ തുണി ഇത്ര മോശപ്പെട്ടതാക്കിയത്, അപ്പൊ ഈ പോക്ക് ഇങ്ങനെ പോട്ടെ എന്നതുപോലെ ഈ പോക്ക് ഇങ്ങനെ പോട്ടെ, ഇന്നത്തേന്ന് വെക്കല്ലാതെ നിവൃത്തിയില്ല. കാരണം കറുത്ത് പോയി. ഇനി അത് നീല ആക്കണമെങ്കിൽ കുറച്ച് പണി ഉണ്ടാവും. അപ്പൊ അതിന് അസൗകര്യം പോലെ അങ്ങനെ വരും ഇൻഷാ അല്ലാഹ്. ഇന്നലെ നമ്മൾ പറഞ്ഞു വെച്ചു, അഊദ് ഓതുന്നതിനെ പറ്റി പറഞ്ഞു വെച്ചു. ഇനി മറ്റ് ചില സുന്നത്തുകൾ ഖിയാമിൽ വേണ്ടതാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വയുസന്നു, സുന്നത്താക്കപ്പെടും, വഖഫുൻ അലാ റഅസി കുല്ലി ആയത്തിൻ, എല്ലാ ആയത്തിന്റെയും തലക്കൽ നിര അവസാനത്തിൽ വഖഫ് ചെയ്യൽ സുന്നത്താക്കപ്പെടും. ഇതിപ്പോ തജ്വീദിന്റെ ആൾക്കാർ ചിലപ്പോ സമ്മതിച്ചോളണമെന്നില്ല. മനസ്സിലായില്ലേ? തജ്വീദിന്റെ ആൾക്കാർ പറയാ ആയത്തിന്റെ അവസാനത്തിലാണെങ്കിൽ പോലും ലാ എന്ന് അടയാളപ്പെടുത്തിയാൽ അവിടെ വഖഫ് ചെയ്യല് അത്രയൊരു ഉത്തമമുള്ള സംഗതിയല്ല. എന്നാൽ ഞമ്മക്കത് പ്രശ്നമല്ല. ഫിഖ് പറയുന്നത് എല്ലാ ആയത്തിന്റെയും തലക്കല് വഖഫ് ചെയ്യൽ സുന്നത്ത. അവിടെ ലാ എഴുതിയില്ലെങ്കിലും വേണ്ടിയില്ല, എഴുതിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. ഹത്താ അലാ ആഖിരിൽ ബസ്മലത്തി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്തിന്റെ അവസാനത്തിൽ വരെ
വഖഫ് ചെയ്യൽ സുന്നത്താണ്. അത് അവിടെ ഒരു വരെ അത് കാരണമുണ്ട്. ഖിലാഫല്ലി ജംഇൻ, ഒരു സംഘം ആൾക്കാർക്ക് അയിലും ഖിലാഫാണ് ഇത്ര. ബിസ്മി കൂട്ടി ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്നിങ്ങനെ കൂട്ടി ഓതലാണ് സുന്നത്ത്. അവിടെ വഖഫ് ചെയ്യൽ സുന്നത്തില്ല എന്ന് ചില ആൾക്കാർ പറഞ്ഞിരിക്കുന്നു. പക്ഷെ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തുഹഫയെ പറയുന്നത് അത് പുതുമ തന്നെ. എന്നാല് കാരണം സഹീഹായ ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓത്തിനെ സംബന്ധിച്ച് ബയാൻ ചെയ്ത് പറയുന്നിടത്ത് നേരെ വ്യക്തമായി കാണാം. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാന യഖിഫു അലാ റഅസി കുല്ലി ആയ ഫഇദാ ഖറഅ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ثم يقف الحمد لله رب العالمين ثم يقف الرحمن الرحيم ثم يقف. ഇങ്ങനെ അപ്പൊ അവിടെ തുടക്കത്തില് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഓതിക്കഴിഞ്ഞാൽ സുമ്മ യഖിഫു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ വഖഫ് ചെയ്യാറുണ്ട് എന്ന് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട സ്ഥിതിക്ക് ബിസ്മി കൂട്ടി ഓതൽ ആണ് വേണ്ടത്, അവിടെ സുന്നത്തില്ല എന്ന് പറയുന്നത് അജബ് തന്നെ എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ തുഹഫയെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബിസ്മി ഉൾപ്പെടെ എല്ലാ ആയത്തിന്റെയും അവസാനത്തിൽ വഖഫ് ചെയ്യൽ സുന്നത്താ. കൂട്ടിയോതൽ ഹറാമാണെന്നുള്ള അർത്ഥത്തിനോ കറാഹത്ത് ഉണ്ട് എന്നുള്ള അർത്ഥത്തിനോ അല്ല, മറിച്ച് ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ വഖഫ് ചെയ്യുന്നത് സുന്നത്താവുന്നു. എവിടുത്തെ ആയത്ത്? മിൻഹ ഐ മിനൽ ഫാത്തിഹത്തി, ഫാത്തിഹയിൽ നിന്നുള്ള എല്ലാ ഓരോ ആയത്തിന്റെയും അവസാനത്തിൽ വഖഫ് ചെയ്യൽ സുന്നത്താക്കപ്പെടും. സംഗതി വൈൻ തല്ലഖത്ത്, ഈ ആയത്ത് ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ പോലും ബിമാ ബഅദഹ, ആ ആയത്തിന്റെ ശേഷമുള്ള ആയത്തുമായി ബന്ധപ്പെടുന്നുണ്ട്, എന്നാൽ പോലും വഖഫ് ചെയ്യൽ സുന്നത്താണ്. ഏതുപോലെ വെച്ചാൽ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന് പറയുന്നു. അടുത്ത ആയത്ത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന ആയത്താണ്. ഈ സിറാത്തുൽ മുസ്തഖീമിന്റെ ബയാനാണ് യഥാർത്ഥത്തിൽ പിന്നീട് വരുന്ന ആയത്ത്. അപ്പോ ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം എന്ന ആയത്തുമായിട്ട് ബന്ധമുണ്ടല്ലോ, എന്നാലും അവിടെ വഖഫ് ചെയ്യണം. എന്നാൽ ഫാത്തിഹയിൽ ഒറ്റ സ്ഥലത്ത് വല്ലൗല ഉത്തമമായത് അല്ലാ യഖിഫ, വഖഫ് ചെയ്യാതിരിക്കലാണ്. എവിടെ? അലാ അൻഅംത അലൈഹിം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്നിടത്ത് വഖഫ് ചെയ്യാതെ ഒന്നിച്ചു കൂട്ടിയത് അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത് ഒന്നിച്ചോതലാണ് വേണ്ടത്. ഇനി അഥവാ വഖഫ് ചെയ്ത് ഹറാമും കറാത്തും ഒന്നും ഇല്ല, പക്ഷേ ഔലയാണ് എന്ന് പറയുമ്പോ ഖിലാഫുൽ ഔലയാണെന്ന് വരും, അത്രേ ഉള്ളൂ. കാരണം എന്താന്ന് വെച്ചാല് 7 ആയത്താണ് ഫാത്തിഹയിൽ എന്നുള്ള ഇജ്മാ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞത് ഒരു ആയത്താണ് എന്ന് പറയുന്ന ഭൂരിപക്ഷം വരുന്ന ആളുകൾ പറയുന്നത് സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്നത് ഒരു ആയത്താവുന്നു. അതേസമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നത് ഫാത്തിഹയിൽ പെട്ടതല്ല എന്ന് പറയുന്ന ഇമാമിങ്ങളോ, അപ്പൊ 8 ആയത്തുണ്ട് എന്ന് പറയാൻ കഴിയില്ലല്ലോ, അല്ലെങ്കിൽ 6 ആയത്തുള്ളൂ എന്ന് പറയാൻ കഴിയില്ലല്ലോ. ബിസ്മി ആയത്തല്ലെങ്കിൽ പിന്നെ ഇവിടെ 7ാമത്തെ ആയത്ത് എന്ന് ചോദിക്കുമ്പോൾ ഒരു പറയും സിറാത്തൽ ലദീന അൻഅംത അലൈഹിം എന്ന് അറിഞ്ഞോർത്ത് വഖഫ് ചെയ്യണം. മനസ്സിലായില്ലേ? ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പറഞ്ഞതാണ് 7ാമത്തെ ആയത്ത്. അങ്ങനെ ഒരഭിപ്രായം ഉണ്ടെങ്കിലും അത് പരിഗണനീയമല്ല. അതുകൊണ്ട് അൻഅംത അലൈഹിം എന്നിടത്ത് വഖഫ് ചെയ്യാതിരിക്കലാണ് ഉത്തമം. അതിന്റെ കാരണം എന്താ? ലിഅന്നഹു, കാരണം ഈ അൻഅംത അലൈഹിം എന്ന് പറയുന്നത് ലൈസ ബിവഖഫിൻ, അവിടെ വഖഫ് ചെയ്യൽ സുന്നത്താക്കപ്പെട്ട സ്ഥലമൊന്നും അല്ല. അത് തോടുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വഖഫുത്തമമാവുന്ന സ്ഥലങ്ങളിൽ പെട്ടതല്ല. വലാ മുന്തഹ ആയത്തിൻ, ആയത്തിന്റെ അവസാനവും അല്ല. എന്തിനാ? നമ്മളെ മതം അനുസരിച്ച് ആയത്തിന്റെ അവസാനമല്ല. കാരണം അവിടെ ആയത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ 8 ആയത്തുണ്ട് എന്ന് വരും.
അപ്പൊ ഇജ്മാ കൊണ്ട് ഫാത്തിഹയ്ക്ക് 7 ആയത്തേ ഉള്ളൂ എന്ന് പറഞ്ഞതിനെതിരെ വരൂലേ? അത് വരാതിരിക്കാൻ വേണ്ടി 7 ആയത്തേ ഉള്ളൂ എന്ന് വരുമ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്നത് ആയത്തിന്റെ ലാസ്റ്റ് അല്ല, എന്നാൽ പ്രത്യേകം വഖഫ് സുന്നത്താക്കപ്പെട്ട് വരുന്ന സ്ഥലങ്ങളിൽ പെട്ടതുമല്ല. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യാതിരിക്കലാണ് ഔല. എന്നാൽ ഫൈം വഖഫ, ഒരാള് അങ്ങോട്ട് വഖഫ് ചെയ്തു എന്ന് വെക്ക അലാഹാദ, വഖഫിന് ആയത്തിന്റെ തനിയല്ല, പ്രത്യേകം വഖഫ് കൽപ്പിക്കപ്പെട്ട സ്ഥലമല്ല എന്ന കൗലെടുത്തിട്ട് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്നോർത്താണ് വഖഫ് ചെയ്തു എന്ന് വെക്ക ഒരു സ്ഥലം. മനസ്സിലായില്ലേ? അൻഅംത അലൈഹിം എന്നോർത്ത് വഖഫാണ് വെച്ചാൽ ലം തുസന്ന ആദത്തു മിൻ അവ്വലില്ലായ, എന്നാ പിന്നെ വഖഫ് അല്ലാത്ത സ്ഥലത്ത് വെച്ചതാണല്ലോ എന്ന് വെച്ചിട്ട് രണ്ടാമത് സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് മടക്കി ഓതണോ? അതെന്തായാലും സുന്നത്തില്ല. അത് കാരണം എന്താ? അത് വേറെ വലയ വണ്ടിയും പരിയന്റെ പിന്നിൽ വരും. ഫാത്തിഹ ഫർളാണല്ലോ, ഫർദിനെ തക്റാറാക്കാൻ പാടില്ല എന്നൊരു കൗലുണ്ട്. അപ്പോ സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞോടത്ത് വഖഫ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് വീണ്ടും സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറഞ്ഞാൽ ഫർദിനെ തക്റാറാക്കുന്ന മാന വരുമല്ലോ. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യാൻ പാടില്ലാത്ത സ്ഥലങ്ങളിൽ പെട്ടതൊന്നുമല്ല. പ്രത്യേകം വഖഫ് നിർദ്ദേശിക്കപ്പെട്ട സ്ഥലമോ ആയത്തിന്റെ അവസാനമോ എല്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ വഖഫ് ചെയ്യുന്നത് അത്ര ഉത്തമമല്ല. അഥവാ ചെയ്താൽ അതിന്റെ ബാക്കിയുള്ള ഓതിയാ മതി, ഇങ്ങനെ പുറത്തുനിന്ന് മടക്കി ഓതയിൽ സുന്നത്തില്ല. ഇനി സുന്നത്താക്കപ്പെടും തമീനുൻ, ആമീൻ പറയൽ. തമീൻ എന്ന് പറഞ്ഞാൽ ഐ ഖൗലുഹു ആമീന, ആമീൻ എന്ന കൗല് പറയൽ സുന്നത്താക്കപ്പെടും. ആമീൻ അത് എങ്ങനെ വായിക്കേണ്ടത്? ബിത്തഖ്ഫീഫി വൽ മദ്ദി, മദ്ദും ഷദ്ദില്ലാതെയും എന്ന് പറഞ്ഞാൽ അവിടെ 3 വായന വരും. ആമീൻ എന്ന് മദ്ദു കൊണ്ട് ഷദ്ദില്ലാതെ, അമീൻ എന്ന് മദ്ദു ഇല്ലാതെ ഷദ്ദില്ലാതെ, ആമീൻ എന്ന് മദ്ദോടുകൂടിയും അമീൻ എന്ന് മദ്ദില്ലാതെ. ഇനി ശബ്ദമായിട്ട് ആമീൻ എന്നുണ്ട്. ആമീൻ ഷദ് എന്ന് പറഞ്ഞാൽ ആമീൻ അൽ മസ്ജിദ് അൽ ഹറാമ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നവര് എന്ന അർത്ഥത്തിന്. അപ്പൊ ഇവിടെ വേണ്ടത് ഷദ് ഇല്ലാതെയാണ്. ഇനി ഒരാള് ഷദ് ഉപയോഗിച്ചു ആമീൻ എന്ന് പറഞ്ഞു, അപ്പൊ എന്താ? അല്ലാഹുവേ നിന്റെ കാരുണ്യത്തെ, നിന്റെ റഹ്മത്തിനെ ഉദ്ദേശിച്ചുകൊണ്ടുതാ ഞങ്ങൾ നിന്നോട് ദുആ ചെയ്യുന്നു, നീ സ്വീകരിക്കണമേ എന്നർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ അവിടെ അജ്നബിയായ കലാമാവാൻ സാധ്യതയുണ്ട്. അപ്പൊ അവിടെ ശ്രദ്ധയോടുകൂടി പറയുമ്പോൾ അർത്ഥം മാറും. ആ അർത്ഥം കുഴപ്പമില്ലാത്ത അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ തെറ്റില്ല. ഏതായാലും ഉത്തമമായത് ആമീൻ എന്ന് ശ്രദ്ധയില്ലാതെ മദ്ദോടുകൂടി പറയുന്നതാണ്. അതിപ്പോ സുന്നത്ത. എന്നാൽ വഹസുന നന്നാണ്, നല്ലതാണ്. സിയാദത്തു റബ്ബൽ ആലമീൻ എന്നുകൂടി കൂട്ടിക്കോ. ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന അർത്ഥത്തിന് യാ ഉപയോഗിക്കാതെ നസുൽ ഹാഫിദ് മൻസൂബ് എന്ന നിലയ്ക്ക് ജറിന്റെ അർഫ് നിദാന്റെ അർഫ് കളയാം. യാ റബ്ബൽ ആലമീൻ മുനാദായിട്ട് നിദാന്റെ അർഫ് കളഞ്ഞിട്ട് ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന അർത്ഥം വരുന്ന ആമീൻ റബ്ബൽ ആലമീൻ എന്ന് കൂട്ടുക. അത് നല്ലതാണ്. ഹദീസിൽ തന്നെ ചില ഹദീസുകളിൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടി ആമീൻ പറഞ്ഞതായി ചില ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് നല്ലതാണ്. പ്രത്യേകം സുന്നത്താണെന്ന് വന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ എല്ലാ സ്ഥലത്തും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ റബ്ബൽ ആലമീൻ ഉപയോഗിച്ചതായി ഹദീസിൽ ഇല്ല. എന്നാൽ ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് നല്ലത് തന്നെ. ആമീൻ എന്നതിന്റെ പുറമെ റബ്ബൽ ആലമീൻ എന്നുകൂടി കൂട്ടി പറയാം. റബ്ബിൽ അവർക്ക് വരുന്നുണ്ട്, അത് വരുന്നേ ഉള്ളൂ. അതിന്റെ ഇടയ്ക്ക് ആമീന്റെ സ്വന്തം കൂട്ടത്തിൽ ആണ് പറയുന്നത് എന്ത് റബ്ബൽ ആലമീൻ കൂട്ടുക ഇനി പറയും. അതിന്റെ ഇടക്ക് പറയുന്നതിനെ പറ്റി പറയുന്നുണ്ട്.
എപ്പോഴാണ് ആമീൻ പറയേണ്ടത്? അഖിബഹ, ഫാത്തിഹ കഴിഞ്ഞ ഉടനെ. കേട്ടോ, അവിടെ ബഅദഹ എല്ലാ ഉപയോഗം, അഖിബ ഉടനെ പറയണം. ഇങ്ങനെ ഫാത്തിഹ കഴിഞ്ഞ ഉടനെ ആമീൻ എന്ന് പറയൽ സുന്നത്താണ്. ഇത് നിസ്കാരത്തിൽ മാത്രമല്ല, വലോ ഖാരിജ സ്വലാത്തി, നിസ്കാരത്തിലല്ലാതെ പുറമെ നമ്മൾ ഫാത്തിഹ ഓതുകയാണെങ്കിലും ഫാത്തിഹയുടെ അവസാനത്തിൽ ആമീൻ പറയൽ സുന്നത്താക്കപ്പെടും. ഈ അഖിബ് എപ്പോ? വലല്ലാലീൻ ആമീൻ അങ്ങനെയല്ല, ബഅദ സക്തത്തിൻ ലതീഫത്തിൻ. കണ്ടോ, ആമീനിന്റെയും വലല്ലാലീൻ എന്ന ആയത്തിന്റെ അവസാനത്തിന്റെയും ഇടയിൽ ചെറിയ ഒരു സക്കത്ത വേണം, ഒരടക്കം വേണം, ചെറിയൊരടക്കം. ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാൻ ആവശ്യമായ ഖദ്ർ അടക്കം ഫസ്ൽ ചെയ്യുക. എന്തിനാ? ഫാത്തിഹ സൂറത്തിന്റെയും പുറമെയുള്ള സുന്നത്തായ ദുആഇന്റെയും ഇടയിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട്, വേർതിരിവിന് വേണ്ടി, ഫസലിന് വേണ്ടിയിട്ട് ചെറിയൊരടക്കം. അവിടെ അജ്നബിയായ മറ്റ് കലാമുകൾ വരാൻ പാടില്ല. എന്നാൽ എപ്പോഴാണ് അത് സുന്നത്ത്? മാലം യതലഫൽ ബിശൈഇൻ, ഈ ഫാത്തിഹയുടെയും ആമീനിന്റെയും ഇടക്ക് മറ്റൊരു വസ്തു കൊണ്ട് ഉച്ചരിക്കാതിരിക്കുമ്പോഴാണ് ആമീൻ സുന്നത്ത്. ഏതൊഴിച്ച് സിവ റബ്ബി ഗ്ഫിർലി. കേട്ടോ, റബ്ബി ഗ്ഫിർലി എന്നതൊഴിച്ച് മറ്റ് വാചകങ്ങളെ കൊണ്ട് സംസാരിക്കാതിരിക്കുമ്പോഴേ ആമീൻ സുന്നത്തുള്ളൂ. വലല്ലാലീൻ എന്ന് പറഞ്ഞിട്ട് റബ്ബി ഗ്ഫിർലി, രക്ഷിതാവേ നീ എനിക്ക് പുറത്തു തരണമേ എന്നത് ഒഴിച്ച് ബാക്കിയുള്ള വല്ല കലാമും വന്നാൽ ആമീന്റെ സ്ഥാനം നഷ്ടപ്പെടും, അപ്പൊ സുന്നത്ത് പോകും. എന്നാൽ അവിടെ ആശയക്കാര് പറഞ്ഞതിന് റബ്ബി ഗ്ഫിർലി പറയുന്നത് നല്ലതാണ്. എന്നാൽ റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിജമീഇൽ മുസ്ലിമീൻ എന്നൊരാൾ ചൊല്ലി നിൽക്കുക. മനസ്സിലായില്ലേ? റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിജമീഇൽ മുസ്ലിമീൻ, പടച്ചോനെ എനിക്കും എന്റെ ഉമ്മവാപ്പമാർക്കും എല്ലാ മുസ്ലിമീങ്ങൾക്കും നീ പുറത്തു തരണമേ എന്ന് പറഞ്ഞിട്ട് ആമീൻ പറഞ്ഞാലും മുവാലാത്ത് മുറിയിലാണ്. പക്ഷെ അത് പ്രത്യേകം സുന്നത്തില്ല. നല്ലത് എന്ന് പറഞ്ഞതിന് മാത്രം റബ്ബി ഗ്ഫിർലി മാത്രം. വലല്ലാലീൻ എന്നതിന്റെയും ആമീൻ എന്നതിന്റെയും ഇടയിൽ റബ്ബി ഗ്ഫിർലി എന്ന് പറയൽ നല്ലതാണ്. മന്ദൂബാണെന്ന് പറയുവാണെങ്കിൽ നല്ലതാണ്, ഹുസ്നിയത്തുണ്ട്. കാരണം എന്താണ്? അതിന് കാരണം ദിൽ ഖബരിൽ ഹസനി അന്നഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല അഖിബ വലല്ലാലീൻ റബ്ബി ഗ്ഫിർലി. കേട്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലല്ലാലീൻ എന്ന് പറഞ്ഞതിന് ശേഷം റബ്ബി ഗ്ഫിർലി എന്ന് ചൊല്ലിയിട്ട് ആമീൻ പറഞ്ഞു എന്നൊരു ഹദീസിലുണ്ട്. അപ്പൊ അതുകൊണ്ട് അതാണ് നല്ലത് എന്ന് പറഞ്ഞത്. റബ്ബി ഗ്ഫിർലി എന്ന് പറഞ്ഞോർത്ത് റബ്ബന ഗ്ഫിർ ലനാ എന്ന് പറഞ്ഞാൽ തെറ്റൊന്നുമില്ല. പക്ഷെ ഹദീസിൽ വന്ന വാക്ക് റബ്ബി ഗ്ഫിർലി എന്നതാണ്. കാരണം എന്താ തെറ്റില്ല എന്ന് പറയാൻ കാരണം? റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിജമീഇൽ മുഅ്മിനീൻ എന്ന് തന്നെ പറയുന്നതോട് കുഴപ്പമില്ല. പ്രത്യേകം സുന്നത്തില്ലെങ്കിൽ പോലും അത് പറയുന്നതോട് കുഴപ്പമില്ല എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഈ ആമീന്റെ സ്ഥാനം നഷ്ടപ്പെടൂല, അതാ പറഞ്ഞത്. പ്രത്യേകം സുന്നത്തില്ലെങ്കിൽ പോലും നമ്മൾ എന്ത് പറഞ്ഞു? ആമീൻ പറയേണ്ടത് വലല്ലാലീൻ എന്ന് പറഞ്ഞതിന്റെ ഉടനെയാണ്. ഈ അഖ്ബ് ഉടനെ ആവുക, അപ്പോഴേ ആ സുന്നത്ത് കിട്ടുള്ളൂ. എന്നാ ഈ അഖ്ബിന്റെ ഇടയില് ആമീന്റെയും വലല്ലാലീൻ എന്നതിന്റെയും ഇടയിൽ റബ്ബി ഗ്ഫിർലി എന്ന് പറയാമെങ്കിൽ നല്ലത് തന്നെ. എന്നാൽ റബ്ബി ഗ്ഫിർലി വലിവാലിദയ്യ വലിജമീഇൽ മുഅ്മിനീൻ അല്ലെങ്കിൽ വലിജമീഇൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞാൽ അത്രയും പറയുന്നത് കൊണ്ട് മുവാലാത്ത് മുറിയിലാണ്. അപ്പൊ ആമീൻ പറയൽ സുന്നത്തുള്ളതിൽ അത്ര വരെ പോവാം. അതിന്റെ അപ്പുറം പോയാൽ പിന്നെ ആമീന്റെ സ്ഥാനം നഷ്ടപ്പെടും. അപ്പൊ ആ സുന്നത്ത് പോയി പോവും. അതാ ഇനി വേറെ വയസ്സന്നു സുന്നത്താക്കപ്പെടും അൽ ജഹ്റു ബിഹി, ഈ ആമീനെ ഉച്ചത്തിൽ പറയൽ. എവിടെ? ഫിൽ ജഹരിയത്തി, ഉറക്കോതുന്ന നിസ്കാരങ്ങളിൽ ഉറക്കോതുക ആമീൻ. ഹത്താനിൽ മൗമൂമി, ഈ ഉറക്ക പറയൽ സുന്നത്താന്ന് പറഞ്ഞ മൗമൂമിന് വരെ ഉറക്ക പറയൽ സുന്നത്ത. പക്ഷെ എവിടെ? മൗമൂമിന്റെ ഓത്തിനല്ല, ലിഖിറാഅത്തി ഇമാമിൻ, ഇമാമിന്റെ ഓത്തിന് വേണ്ടിയിട്ട് മൗമൂമ് ആമീൻ പറയുമ്പോൾ
ആ ആമീനും തന്നെ ഉറക്കെയാണ് പറയേണ്ടത്. എങ്ങനെ തബഅലഹു ഇമാമിനോട് താബിയായിട്ട്. ഇമാമ് വലല്ലാലീന്ന് പറഞ്ഞാൽ ആമീൻ ഉറക്കെയാണല്ലോ പറയാ. ഇമാമിനോട് തുടർന്നുകൊണ്ട് മൗമൂമും ആമീൻ എന്ന് പറയണം. അത് ഇമാമിനെ പോലെ മൗമൂമും ഉറക്കെ തന്നെയാവുന്നു പറയേണ്ടത്. ഇനി വസുന്നലി മൗമൂമിൻ, മൗമൂമിന് സുന്നത്താക്കപ്പെടും ഫിൽ ജഹരിയത്തി ഉറക്കോതുന്ന നിസ്കാരത്തിൽ തഅ്മീനുൻ ഓൻ ആമീൻ ചൊല്ല. ആരെ കൂടെ? മാ തഅ്മീനി ഇമാമിഹി ഇമാമിന്റെ ആമീന്റെ കൂടെ. ഇമാം ആമീൻ പറയുമ്പോ ഇമാമിന്റെ ഖിറാഅത്ത് ലിഖിറാഅത്തി ഇവിടെ വസുന്നലി മൗമൂമിൻ ഫിൽ ജഹരിയത്തി തഅ്മീനുൻ മാ തഅ്മീനി ഇമാമിഹി. ആ ജഹറാത്തിൽ ഖിറാഅത്തി ഇമാമിന്റെ ബഅലഹു എന്ന് പറഞ്ഞാൽ എനിക്ക് അർത്ഥം പറഞ്ഞില്ലേ? പിന്നെന്താ രണ്ടാമത് ഈ അര ഇതിന് തെക്കുമല്ലേ? ആ പറഞ്ഞല്ലോ. മൗമൂമിന് വരെ ജഹ്റാക്കൽ സുന്നത്താണെങ്കിൽ ആമീൻ പറയൽ സുന്നത്താണെങ്കിൽ ബേക്കിൽ പറയാൻ പോണേ ഉള്ളൂ. ഇമാം ആമീൻ പറയണം എന്ന് പറഞ്ഞു, ജഹ്റാക്കണം എന്നും പറഞ്ഞു. എന്നാ മൗമൂമും ജഹ്റാക്കണം എന്ന് പറഞ്ഞു. പക്ഷെ മൗമൂമും ജഹ്റാക്കണം എന്ന് പറയുമ്പോൾ മൗമൂം രണ്ടാമീൻ പറയുന്നുണ്ടല്ലോ. ഒന്ന് ഇമാമിന്റെ ഓത്തിന് വേണ്ടിയിട്ട് ഒരു ആമീനും പറയുന്നുണ്ട്, മറ്റ് മൗമൂമ് സ്വന്തം ഓത്തിന് വേണ്ടിയിട്ടൊരു ആമീനും ഉണ്ട്. ഈ സ്വന്തം ഓത്തിന് വേണ്ടിയിട്ടുള്ള ആമീൻ അല്ല ഉറക്കെ പറയേണ്ടത്. ഉറക്കെ പറയേണ്ടത് ഏതാണ്? ലിഖിറാഅത്തി ഇമാമിൻ, ഇമാമിന്റെ ഓത്തിന് വേണ്ടിയിട്ട് മൗമൂം ആമീൻ പറയുമ്പോഴാണ് ജഹ്റാക്കേണ്ടത്. അതെങ്ങനെ ജഹ്റാക്കണത്? ബഅലഹൂന്ന് ഇമാമിനോട് താബിയായിട്ട് ഇമാമ് ജഹ്റാക്കിയിട്ടാ പറയാ. അപ്പൊ ഇമാമിന്റെ കൂടെ ഇമാമിന്റെ ഓത്തിന് വേണ്ടി ആമീൻ പറയുന്ന മൗമൂമും എന്താക്കണം? ഉറക്കോതണം. അതേ സമയത്ത് മൗമൂമിന് സ്വന്തം എന്ന നിലക്ക് ഖിറാഅത്ത് ഇല്ല. ഇന്ന് കണ്ടോ, രണ്ട് ക്ലാസ് ആയതുകൊണ്ടേ ഈ ഇതിട്ടിട്ടില്ല. ഏത് ചിലവർക്കൊക്കെ വന്നു പോകാൻ സൗകര്യം വന്നോട്ടെ എന്നുള്ള നിലക്ക് ഡോട്ട് ഇട്ടിട്ടില്ല. അപ്പോക്ക് ഓരോരുത്തർ പരസ്യമായിട്ട് വന്നാണ്. എന്താ ഈ ഇതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ നമ്മൾ ഈ ഡോട്ട് ഇടിക്കണേ. ഈ ആവശ്യമില്ലാത്ത ദർസ് ഓതുന്ന സമയത്ത് ഓന്റെ സമ്മേളനത്തിന്റെ പരസ്യം കൊടുക്കാൻ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് പിന്നല്ലേ സമയം. അങ്ങനെ പരസ്യമാണെങ്കിൽ ഓരോ ഞാൻ അപ്പൊ എന്നോട് പറയിപ്പിക്കണ്ട. ഇത് ഓതി പോയിക്കോട്ടെ. അതിന്റെ ഇടയ്ക്ക് വഴിവിട്ട് സംസാരിക്കാൻ ഇടവരുത്തണ്ട. നിങ്ങൾ ദയവ് ചെയ്തിട്ട് പടച്ചോനെ വിശ്വസിക്കുന്ന മാപ്പിളാരെങ്കിലും ആണെങ്കിൽ ഈ ദർസ് ഓതുന്ന സമയത്ത് ദയവായിട്ട് നിങ്ങൾ കേൾക്കാൻ വരുന്നവർ വരെ അല്ലാത്തവർ പോവുക. പരസ്യം അടിക്കാനും നിങ്ങളെ ഏതെങ്കിലും ആനത്തലയത്തെ ഏർപ്പാട് പ്രസിദ്ധം ചെയ്യാൻ ഈ ദർസ് നടക്കുന്ന സമയത്ത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ വരരുത്. എങ്ങനെ? അല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തനിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നാളെ ആഖിറം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്, അവിടെ ചെന്നാൽ റബ്ബ് നമ്മളോട് ഇതൊക്കെ ചോദിക്കുമെന്ന ഒരു വിശ്വാസമുള്ള മാപ്പിളാരെ കൂട്ടത്തിൽ പെട്ടവരാണെങ്കിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന്. ബാക്കിയൊക്കെ നിങ്ങൾ സംഘടനാപരമായോ മറ്റോ ഒക്കെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അള്ളാഹ് എന്ന് പറഞ്ഞിട്ട് ഒരുത്തുണ്ടെന്ന് വിശ്വാസമുള്ളവർ ആ കൂട്ടത്തിൽ ചിലവരൊക്കെ ഉണ്ടല്ലോ. അയിപ്പെട്ടോലാണെങ്കിൽ അവരോട് പറയാണ്, ദർസ് നടക്കണതിന്റെ ഇടക്ക് നിങ്ങൾ ഈ പരസ്യടിക്കരുത് പ്ലീസ്. കൂട്ടത്തിലുണ്ട് അള്ളാഹിൽ വിശ്വസിക്കാത്തവരും പരലോകത്തിൽ വിശ്വസിക്കാത്തവരുമാണ്. അതിൽ പലരും നല്ല അധികവും. എന്നാൽ ഇതിനും ഉണ്ട് കുറെ ആളുകളൊക്കെ അള്ളാഹിൽ വിശ്വസിക്കുകയും നാളെ ഒരു മരണത്തിന് ശേഷം ഒരു ലോകം ഉണ്ടെന്നും അവിടെ നമ്മൾ ഇവിടുന്ന് പറഞ്ഞതും എഴുതിയതും ചെയ്തതും ഒക്കെ വിചാരണ ചെയ്യപ്പെടുമെന്നും ഒക്കെ വിശ്വസിക്കുന്ന ചില ആളുകൾ ആ കൂട്ടത്തിലുണ്ടല്ലോ. അതുകൊണ്ട് അവരോട് പറഞ്ഞിട്ടേ കാര്യമുള്ളൂ, അല്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ദയവ് ചെയ്ത് ദർസിന്റെ ഇടയിൽ അത്തരം പരസ്യങ്ങളിൽ അടിക്കരുത്. സുന്നലി മൗമൂമിന് സുന്നത്താക്കപ്പെടും ഫിൽ ജഹരിയത്തി ഉറക്ക ഓതുന്ന നിസ്കാരങ്ങളിൽ തഅ്മീനുൻ ആമീൻ ചൊല്ലൽ. അപ്പൊ ആദ്യം പറഞ്ഞ് പയച്ചതല്ല, അവിടെ ജഹ്റാക്കൽ സുന്നത്താണെന്ന് പറഞ്ഞു. ഇമാമ് ജഹ്റാക്കും, ഇമാമിന്റെ കൂടെ മൗമൂം ജഹ്റാക്കണം എന്ന് പറഞ്ഞു. ഇമാം ആമീൻ പറയണമെന്ന് പറഞ്ഞിട്ടില്ല, പിന്നെ പറയുന്നേ ഉള്ളൂ. അതാ തഅ്മീനുൻ ആമീൻ ചൊല്ലല് മാ തഅ്മീനി ഇമാമിഹി, ഇമാമ് ആമീൻ ചൊല്ലുന്നതിന്റെ കൂട്ടത്തിൽ മൗമൂമ് ആമീൻ ചെല്ലൽ സുന്നത്തുണ്ട്. പക്ഷെ എപ്പോഴേ സുന്നത്തുള്ളൂ?
ഇൻ സമിഅ ഈ മൗമൂമ് കേട്ടിട്ടുണ്ടെങ്കിൽ ഖിറാഅതഹു ഇമാമിന്റെ ഓത്ത് മൗമൂമ് കേട്ടിണെങ്കിൽ, മുഴുവനായി കേട്ടണം എന്ന് നിർബന്ധമല്ല, കുറച്ച് ഭാഗങ്ങളെങ്കിലും വ്യക്തമായി കേട്ടിരിക്കണം. അത് വേറൊന്നുമില്ല, എന്നതേ വ്യക്തമായി കേട്ടിട്ടുള്ള കുട്ടിക്കോളി എന്നാലും പറയാം. അപ്പൊ ഫാത്തിഹയിൽ നിന്ന് കുറച്ചു ഭാഗമെങ്കിലും വ്യക്തമായി കേട്ട മൗമൂമ് ഇമാമിന്റെ ഓത്തിന് വേണ്ടിയിട്ട് ആമീൻ പറയൽ സുന്നത്ത. എന്താ ഖബരി ശൈഖൈനി, ഇമാം ബുഖാരിയും മുസ്ലിമും റിവായത്ത് ചെയ്ത ഹദീസിന് വേണ്ടി. എന്താ ഹദീസ്? ഇദാ അമ്മനൽ ഇമാമു, ഇമാമ് ആമീൻ പറയാൻ പോകുമ്പോൾ, ഇതാ അമ്മന എന്ന് പറഞ്ഞാൽ അമ്മന മാദിയായ ഫീലാണ്. അപ്പോ മാദിയായ ഫീൽ അനുസരിച്ച് അർത്ഥം വെച്ചാല് ആമീൻ ചൊല്ലി കഴിഞ്ഞാല്, അപ്പൊ ഇമാം ആമീൻ ചൊല്ലി കഴിഞ്ഞിട്ടാണോ മൗമൂം ആമീൻ ചൊല്ലേണ്ടത് എന്ന് തോന്നണ്ട എന്ന് വരുത്താൻ വേണ്ടിയിട്ടാണ് അതിനോട് തഫ്സീർ ചെയ്ത ഹദീസിലെ ഐ അറാദത്തമീനാൻ. ഇതാ അമ്മന എന്ന് പറഞ്ഞാൽ ഇമാമ് ആമീൻ പറയാൻ ഉദ്ദേശിച്ചാൽ എന്ന് പറഞ്ഞാൽ ഇമാമിന് ആമീൻ പറയൽ സുന്നത്തായ സമയം എത്തിക്കഴിയുമ്പോൾ ഫഅമ്മിനു മൗമൂമിങ്ങളായ നിങ്ങളും ആമീൻ പറയുവീൻ. എന്തുകൊണ്ട്? നിങ്ങളും ഇമാമിന്റെ കൂടെ ആമീൻ പറയണം എന്ന് പറയാൻ കാരണം ഫൈന്നഹു തീർച്ചയായും കാര്യം മൻ വാഫഖ തഅ്മീനുഹു ഏതെങ്കിലും ഒരുത്തന്റെ ആമീൻ ചൊല്ലൽ ഒത്തുവന്നു പോയാൽ തഅ്മീനൽ മലായികത്തി മലായികത്തിന്റെ ആമീനോട് ഒത്തുവന്നാൽ ഉഫിറ ലഹു അത് കാരണം ആ മൗമൂമിന് പൊറുക്കപ്പെടും മാ തഖദ്ദമ മിൻ ദംബിഹി അവന്റെ കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന് സഹീഹൈനിന്റെ റിവായത്തിൽ വന്നിട്ടുണ്ട്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതനുസരിച്ച് ഇമാമ് ആമീൻ പറയുന്ന സമയത്ത് മൗമൂമ് ആമീൻ പറയണം എന്ന് പറയാൻ കാരണം എന്താ? വേറെ ഹദീസിൽ അത് വ്യക്തമായി തന്നെ പറയുന്നുണ്ട്. ഇദാ ഖാല അഹദുക്കും ആമീൻ വഖാലത്തിൽ മലായികത്തു ഫിസ്സമായി ആമീൻ ഫവാഫഖത് ഇഹ്ദാഹുമൽ ഉഖ്റാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി എന്ന് വേറെ ഹദീസ് ഉണ്ട്. അതായത് ഇദാ ഖാല അഹദുക്കും ആമീൻ നിങ്ങളൊരാള് ആമീൻ പറഞ്ഞ് വഖാലത്തിൽ മലായികത്തു ഫിസ്സമായി ആമീൻ ആകാശത്തിലുള്ളവരെയുള്ള മലായികത്തും ആമീൻ പറഞ്ഞ് ഫവാഫഖത് ഇഹ്ദാഹുമാ അൽ ഉഖ്റാ ഒരു കൂട്ടർ ആമീൻ മറ്റൊരു ആമീൻ അഥവാ മനുഷ്യന്റെ ആമീൻ മലായികത്തിന്റെ ആമീന്റെ കൂട്ടത്തിൽ വന്നാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. അപ്പൊ ഇമാം ആമീൻ പറയുന്ന കൂട്ടത്തിൽ ആദ്യം ഹഫളത്തിന്റെ മലായികത്ത് ഒപ്പം ആമീൻ പറയും. അവരെ തുടർന്ന് അതിന്റെ അപ്പുറത്തുള്ളവർ, അവരെ തുടർന്ന് അപ്പുറത്ത് ആകാശം വരെയുള്ള മലായികത്ത് ആമീൻ പറയും. അപ്പൊ ഈ ആകാശത്തിലുള്ള മലായികത്ത് ആമീൻ പറയുന്നത് ഇമാമിന്റെ ആമീന്റെ കൂടെയാണ്. അപ്പൊ ആ കൂട്ടത്തിൽ മൗമൂമും ആമീൻ പറഞ്ഞാൽ മലായികത്തിന്റെ ആമീന്റെ കൂട്ടത്തിൽ നമ്മൾ ആമീൻ ഒത്തുവന്നാൽ ഉഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി കഴിഞ്ഞുപോയ ദോഷങ്ങളൊക്കെ പൊറുക്കപ്പെടും എന്ന്. അപ്പൊ അത് ഇമാമിന്റെ ആമീന്റെ കൂട്ടത്തിൽ ചെല്ലണം, എന്നാലേ മലായികത്തിന്റെ ആമീന്റെ കൂട്ടത്തിലാവുള്ളൂ എന്നിട്ട് പറയാം. വലൈസലന ഞമ്മക്കില്ല, നമ്മളെ ഷാഫി മദ്ഹബ് അനുസരിച്ച് ഇല്ല മാ ഒരു കാര്യം യുസന്നു ഫീ ആ കാര്യത്തിൽ സുന്നത്താക്കപ്പെടും തഹരി മുഖാർണത്തിൽ ഇമാമി ഇമാമിനോട് ഒത്തുവന്നു ഒപ്പത്തിനൊപ്പമാകാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു കാര്യമില്ല. ഇല്ലാഹാദ എന്നാണ് ഇമാമിന്റെ കൂടെ ചെയ്യൽ കൽപ്പിക്കപ്പെട്ട സുന്നത്താക്കപ്പെട്ട ഒരു കാര്യവും നിസ്കാരത്തിൽ ഇല്ല. ഏതൊഴിച്ചില്ലാഹാദ ആമീൻ ഇമാമ് പറയുന്ന കൂട്ടത്തിൽ പറയണമെന്ന്. ഇമാമിന്റെ മുമ്പും അല്ല ഇമാമിന്റെ ശേഷവും അല്ല, കൂട്ടത്തിലാ. അത് ആമീൻ മാത്രമേ അങ്ങനെ കൂട്ടത്തിലാകാൻ പാടുള്ളൂ എന്ന്. പക്ഷെ അത് ചിലപ്പോ ഒത്തു വന്നില്ലെങ്കിലോ? അതാ പറയുന്നത് വൈദാലം ലഹു ഈ മൗമൂമിന് ഒത്തു കിട്ടിയില്ല. എന്ത് മുവാഫഖത്തുഹു ഇമാമിന്റെ ഒപ്പം ആമീൻ പറയാൻ പറ്റിയില്ല. എന്തോ സംഗതി വശാൽ ഇപ്പൊ ഉദാഹരണം അപ്പളാ ഇവനൊരു തുമ്മല് വന്നത്, അല്ലെങ്കിൽ അപ്പളാ ഇവനൊരു ചുമ വന്നത്, അപ്പൊ കൂട്ടത്തിൽ പറയാൻ കഴിഞ്ഞില്ല. എന്നാൽ അമ്മന മൗമൂമ് എന്നാലും ആമീൻ പറയണം ആഖിബത്തമീനി അപ്പൊ ഇമാമിന്റെ ആമീന്റെ തൊട്ടുടനെ. അപ്പൊ കൂടെയാണ് വേണ്ടത്, സുന്നത്ത് അങ്ങനെയാണ്. പക്ഷെ വല്ല സംഗതി വശാലും ഇമാമിന്റെ കൂടെ പറയാൻ പറ്റിയില്ല, എന്നാൽ ഉടനെ പറഞ്ഞാലും മതി. ഇനി നേരെ മറിച്ചു അഖറ ഇമാമുഹു ഇമാമ് ബന്ധിച്ചു ആമീനെ എവിടുത്തിട്ട് അനിസമനിൽ മസ്നൂനി ഫീഹി അത്തമീനു ആമീൻ ചൊല്ലൽ സുന്നത്തായി കൽപ്പിക്കപ്പെട്ട സമയമുണ്ടല്ലോ,
അതായത് റബ്ബി ഔഫിർലി എന്ന് പറയാൻ ആവശ്യമായ ഒരു സക്കത്ത. അത്രയും സമയം കഴിഞ്ഞാൽ ആമീൻ പറയൽ സുന്നത്ത. ആ സമയമായിട്ട് ഇമാമ ആമീൻ പറയണില്ല. എന്നാൽ അമ്മനൽ മൗമൂമു ആമീൻ പറഞ്ഞോളണം സുന്നത്ത. അപ്പൊ ഇമാമ് കൂടെ പറയലാണ് നല്ലത്. കൂടെ പറ്റിയില്ലെങ്കിൽ തൊട്ടുടനെ പറയാം. ഇനി നിശ്ചിത സുന്നത്തായ സമയത്ത് ഇമാം ആമീൻ പറയില്ലെങ്കിലോ മൗമൂമ് പറയാ. എങ്ങനെ പറയാ? ജഹിറൻ, ഉറക്കെ തന്നെ പറയാം. അത് എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, നേരത്തെ നമ്മൾ പറഞ്ഞു യുസന്നുൽ ജഹ്റു ബിഹി ഫിൽ ജഹ്രിയത്തി അത്താലിൽ മൗമൂമിലി ഖിറാഅത്തി ഇമാമിൻ തബഅൻ ലഹു പറഞ്ഞു. ഇമാമിനോട് തുടർന്നുകൊണ്ട് ഇമാമിന്റെ ഓത്തിന് വേണ്ടി ആമീൻ പറയുമ്പം മൗമൂം തന്നെ ഉറക്കെ പറയേണ്ടത് അറിഞ്ഞല്ലോ. ഇവിടെ ഇപ്പൊ എന്തല്ല, ഇമാമിന്റെ കൂടെ അല്ലല്ലോ പറയുന്നത്. ഇമാമ് പറഞ്ഞിട്ടില്ല. വളീൻ പറഞ്ഞിട്ട് റബ്ബി ഔഫിർലി വലിവാലിദയ്യ വലി ജമീൽ മോമിനീൻ വരെ പറയേണ്ട സമയമായിട്ട് ഇമാം ആമീൻ പറയില്ല. ശരിക്കും റബ്ബി ഔഫിർലി എന്ന് പറയുന്ന ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദറാണ് സുന്നത്തായ സമയം. ആ സമയം കഴിഞ്ഞിട്ട് ഇമാം ആമീൻ പറയില്ലെങ്കിൽ മൗമൂം ആമീൻ പറയാ. ആ ആമീൻ പറയാ മാത്രമല്ല, അത് ഉറക്കെ തന്നെ പറയലും സുന്നത്തുണ്ട്. അപ്പൊ ഇമാമിന്റെ കൂട്ടത്തിലാണെങ്കിലും ഉറക്കെ പറയണം. ഇമാമ് പറയാതിരിക്കുകയാണെങ്കിലും ഉറക്കെ തന്നെയാണ് മൗമൂം ആമീൻ പറയേണ്ടത്. ഇനി ഈ ആമീൻ എന്ന് പറഞ്ഞ സാധനം എന്താണെന്ന് അതാ പറയുന്നത്. ആമീൻ, ആമീൻ എന്ന ലഫ്ള് ഇസ്മുഫീലിൻ, ഇസ്മുഫീലാണ്. ഹുൻസൻ, മനുഷ്യന്റെ കൂട്ടത്തിലുണ്ടല്ലോ ഹുൻസ. മനുഷ്യന്മാര് രണ്ടി ആദ്യ, ആണും പെണ്ണും. എന്നാ അതിന്റെ മൂന്നാമത്തെ ഒന്ന് ഹുൻസ അറിഞ്ഞിട്ടുണ്ട്. ആണും പെണ്ണും കെട്ടയാതി, അല്ലെങ്കിൽ ആണും പെണ്ണും കൂടിയാതി. എന്നതിലൊരു അറബി കരിമത്ത് മൂന്ന് ആദ്യ, ഇസ്മ ഫീല് അർഫ്. എന്നാ ആ കൂട്ടത്തിലുണ്ട് ഒരു ഹുൻസ. ആ ഹുൻസന്റെ പേരാണ് ഇസ്മ ഫീല്. എന്ന് പറഞ്ഞാൽ സാധനം ഇസ്മാണേനും അർത്ഥം നോക്കുമ്പോ ഫീലിൻ്റെതാണേനും. അങ്ങനത്തെ ഇസ്മു ഫീലുകളിൽ പെട്ടതാണ് ആമീൻ എന്നത്. ബിമാന ഇസ്തജിബ്. ഇസ്തജിബ് എന്ന ഫീലിന്റെ അർത്ഥമുള്ള, അംറ് ഫീലിന്റെ അർത്ഥമുള്ള ഒരു ഇസ്മാണ് ആമീൻ എന്നത്. അതോ എങ്ങനെയാണ് അതിന്റെ ലഫ്ളുള്ളത്? മബ്നിയുൽ ഫത്ഹി, ഇസ്മു ഫീലാണ്, ഫത്ഹിന്റെ മേൽ മബ്നിയുമാണ്. അപ്പൊ ആമീന എന്നതാണ് ശരി. ആമീന എന്നതാണ് ശരി. പക്ഷേ യുസക്കുനു, അതിന് സുക്കൂൻ ചെയ്യപ്പെടും. എന്തൽ വഖഫി, വഖഫ് ചെയ്യുമ്പം അതായത് കൂട്ടി ഓതുകയാണെങ്കിൽ, ഇപ്പൊ ഉദാഹരണം പറയാം, നേരത്തെ നമ്മൾ പറഞ്ഞേക്ക് ആമീന റബ്ബൽ ആലമീൻ എന്ന് പറയാം. റബ്ബൽ ആലമീൻ കൂട്ടൽ നല്ലതാണെന്ന് പറഞ്ഞല്ലോ. അങ്ങനെ റബ്ബൽ ആലമീൻ കൂട്ടി പറയുകയാണെങ്കിൽ ആമീന എന്ന് ഫത്ഹ് കൊണ്ട് പറയണം. കാരണം ആ ലഫ്ളിന്റെ അസ്ല് ഒറിജിനൽ ഫത്ഹിമലാണ്. എന്നാൽ വഖഫ് ചെയ്യുകയാണെങ്കിലോ, വഖഫ് ചെയ്യുകയാണെങ്കിൽ ആമീൻ എന്ന് സുക്കൂൻ ചെയ്യുകയും ചെയ്യാം. വഖഫിന്റെ സമയത്ത് സുക്കൂൻ ചെയ്യാം. കൂട്ടി പറയുമ്പോൾ ഫത്ഹ് കൊണ്ട് പറയും. അർത്ഥം ഇസ്തജിബ്, നീ ഉത്തരം ചെയ്യണമേ എന്ന അർത്ഥമാണ് അതിനുള്ളത്. ഈ പറഞ്ഞ ദുആക്ക് നീ ഉത്തരം ചെയ്യണമേ എന്ന പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന ഒരു വാക്കാണ് ആമീൻ. അതുകൊണ്ടാണ് കത് ഉജീബ ദഅവത്തുകുമാ എന്ന് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമും ഹാറൂൻ നബി അലൈഹി സ്വലാമും കൂടി ദ്വാരത്തിലെ വണ്ട്. അപ്പൊ അള്ളാഹു തആല എന്ത് പറഞ്ഞു? അത് ഉജീബ ദഅവത്തുകുമാ, രണ്ടാളെ ദുആക്ക് ഉത്തരം തന്നിരിക്കുന്നു. അപ്പൊ ദ്വാരന്ന് മൂസാ നബി അലൈഹി സ്വലാം തങ്ങളാണ്. ആമീൻ പറഞ്ഞത് ഹാറൂൻ നബി അലൈഹി സ്വലാമോ ആയിരുന്നു. എന്നിട്ട് അള്ളാഹു തആല പറഞ്ഞു നിങ്ങളെ രണ്ടാളെ ദ്വാരന്ന്. കാരണം ഈ ആമീനും ഒരു ദ്വാ തന്നെയാണ്. പക്ഷേ ഇത് മുൻഗാമികളിൽ ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനും ഹാറൂൻ നബി അലൈഹി സ്വലാമിനും മാത്രം കൊടുത്തതാണ്, ഉമ്മത്തുകൾക്കില്ല. അവരുടെ നബിമാർക്ക് കൊടുത്ത ആ ഒരു മഹത്വം മുസ്ലിം സമുദായത്തിന് അള്ളാഹു തആല കൊടുത്തത് കൊണ്ട് തന്നെ ആയിഷ റളിയല്ലാഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് റിവായത്ത് ചെയ്യുന്ന ഹദീസ് കാണാൻ, ഹസദനൽ യഹൂദു അലൽ ഖിബ്ലത്തില്ലത്തി ഹദാനാ ഇലൈഹാ വവല്ലു അൻഹാ വഅലൽ ജുമുഅത്തി വഅലാ ഖൗലിനാ ഖൽഫൽ ഇമാമി ആമീൻ. കണ്ടോ, ഇമാം ദുആർക്കുമ്പം പിന്നിൽ മൗമൂം ആമീൻ എന്ന് പറഞ്ഞാൽ രണ്ടാളും ദുആ ചെയ്ത സ്ഥാനത്താകും എന്നത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാമിനും ഹാറൂൻ നബി അലൈഹി സ്വലാമിനും മാത്രം കൊടുത്ത പ്രത്യേക ഒരു സ്ഥാനം. അത് ഈ ഉമ്മത്തിന് കിട്ടിയതിൽ വലിയ അസൂയാലുക്കളാണ് യഹൂദികൾ. അവരുടെ കമ്മീഷൻ ഏജന്റുമാരാവുന്ന വാബി മൗദൂദികൾക്കും ആ കൊണക്കെടുണ്ട്. ഒരു നമ്മൾ ഇമാം ദുആക്ക് മൗമൂം ആമീൻ പറയുകയും ചെയ്യുന്ന കൂട്ടുപ്രാർത്ഥന അവർക്ക് ഇഷ്ടമല്ല. കാരണം എന്താ, അത് ഈ യഹൂദികൾക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കും. അപ്പൊ അത് ദുആന്റെ അവസാനത്തിൽ മൗമൂം ആമീൻ പറയുക, ഇമാം ദുആ ചെയ്യാൻ തന്നെ ഫാത്തിഹയിലാണെങ്കിലും എല്ലാത്തോടത്തിലാണെങ്കിലും രണ്ടും ദുആ അംഗീകരിക്കപ്പെടുന്നത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ ശേഷം മുസ്ലിം ഉമ്മത്തിന് മാത്രം അല്ലാഹു തആല ചെയ്തെന്ന വലിയ നിഅമത്താ. ഇനി
ഇപ്പൊ ഒരു സക്കത്ത പറഞ്ഞു. എന്താണ് ഒരു സക്കത്ത? ഫാത്തിഹ കഴിഞ്ഞതിന്റെയും ആമീൻ പറയുന്നതിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന അത്രയും സമയം ഒരു സക്കത്ത. ഇനി വേറെ 5 സക്കത്തും കൂടി 6 സക്കത്ത വേണമെന്ന ഫറോൻ. യുസന്നുലിൽ ഇമാമി, ഇമാമിന് സുന്നത്താക്കപ്പെടും. അയ്യസ്കുത്ത, അതല്ല, അത് വേറെ സക്കത്താണല്ലോ. ഇത് വേറെ സക്ത പറയുന്നത്. അഞ്ച് വേറെ പറയും, സക്ത ഞാൻ പറയും. ഇത് പറയുന്ന സക്ത യഥാർത്ഥ സുക്കൂത്ത് അല്ല. ശബ്ദം താഴ്ത്തുക എന്നുള്ള അർത്ഥത്തിനുള്ള, സിറാക്കുക എന്നുള്ള അർത്ഥത്തിനാണ് സുക്കൂത്ത്. ഫിൽ ജഹരിയത്തി, ഉറക്ക ഓതുന്ന നിസ്കാരങ്ങളിൽ ഇമാമിന് സുക്കൂത്താകൽ സുന്നത്തുണ്ട്. എത്ര സമയം സുക്കൂത്താകുക? ബിഖദ്രി ഖിറാഅത്തിൽ മൗമൂമി, മൗമൂമ് ഓതാൻ ആവശ്യമായ അത്ര സമയം. എന്ത്? അൽ ഫാത്തിഹത്ത, ഫാത്തിഹ ഓതാൻ. മൗമൂമിന് ഫാത്തിഹ ഓതാൻ ആവശ്യമാവുന്ന ഖദർ, അത്രയും സമയം സുക്കൂത്താകുക എന്ന് പറഞ്ഞാൽ സിറാക്കുക, ഉറക്കോതാതിരിക്കുക. അതിവിടെ അഞ്ച് തേര് പറയേണ്ട സുക്കൂത്തിന്റെ അർത്ഥം ഉണ്ടാക്കുക എന്നല്ല, പതുക്കെ പറയാന്നാണ്. പക്ഷേ ഇങ്ങനെ മൗമൂമിന് ഫാത്തിഹ ഓതാൻ സൗകര്യമാവുന്ന അത്രയും സമയം സുക്കൂത്തായി ശബ്ദം താഴ്ത്തി നിൽക്കൽ സുന്നത്താണ്. എപ്പോഴാണ്? ഈ നരിമ, ഈ ഇമാമിന് ബോധ്യമുണ്ടെങ്കിലാണ്. അന്നഹു, ഈ മൗമൂമ് യഖ്റഉഹ, ഈ ഫാത്തിഹ ഓതിക്കോളും. ഫീ സഖ്തത്തിൻ, ഇമാമിന്റെ ഈ സഖ്തയുടെ സമയത്ത് ഓതൂന്ന് അറിഞ്ഞാലേ അങ്ങനെ വേണ്ടു. കമാ ഹുവ ളാഹിറുൻ, അത്രേ വേണ്ടു, അല്ലെങ്കിൽ വേണ്ട എന്ന് പറഞ്ഞാൽ ഈ മൗമൂമ് നേരത്തെ തന്നെ ഇമാമിന്റെ കൂടെ തന്നെ ഇങ്ങനെ ബേക്കിൽ ഓതി വരികയാണ്. ഇനി പിന്നെ അവിടെ സുക്കൂത്താകേണ്ട ആവശ്യമില്ല, എന്നാ പിന്നെ വേണ്ട. അതല്ലെങ്കിൽ ഇങ്ങനെ കുറച്ചു നേരം സുക്കൂത്തായി നിർത്തി ആ സമയത്ത് പ്രത്യേകം ഓതാൻ ശ്രദ്ധിക്കുന്ന ആളല്ല. ഇയാൾ ഇങ്ങനെ ചൊറിയും കുത്തി കണ്ട് നിൽക്കുന്നിട്ട് ഇമാമ് സൂറത്ത് ഓതാൻ തുടങ്ങുമ്പോഴേ ഇയാൾ ഓതുള്ളൂ, എന്നാലും പിന്നെ അവിടെ സുക്കൂത്ത് വേണ്ട. അപ്പൊ ഇമാം ഇത്ര സമയം സുക്കൂത്തായാൽ ആ സമയത്ത് ഈ മൗമൂമ് ഫാത്തിഹ ഓതും എന്ന് ബോധ്യമുണ്ടെങ്കിൽ അവിടെ ഒരു സുക്കൂത്താകുക. സുക്കൂത്താകുക ഓതാതിരിക്കല്ല. കണ്ടോ, ഈ സുക്കൂത്താവുന്ന സമയത്ത് ഇമാമ് ഷോലാലും സുന്നത്താണ്. ബിദുആയിന് ഒരു പക്ഷേ വല്ല ദുആവുമായിട്ട് ഷോലാകുക, ഔ ഖിറാഅത്തിന് അല്ലെങ്കിൽ ഓത്തുമായിട്ട് ഷോലാകുക. രണ്ടാലൊന്ന്. അപ്പൊ വെറുതെക്കല്ല. അപ്പൊ സുക്കൂത്തല്ല ഇവിടെ, യഥാർത്ഥ ഇസ്റാറ, സിറാക്കാണ്. അപ്പൊ ആ സിറാക്കുന്ന സമയത്ത് സിറായിട്ട് ദ്വാരക്ക, അതല്ലെങ്കിൽ ദിക്ർ ചെല്ല, അതല്ലെങ്കിൽ ഖുർആൻ ഓത. വഹിയ എന്നാൽ ഖുർആൻ ഓതലാണ് ഔലാ, ദിക്ർ ദുആകളെ കാട്ടിലും ഉത്തമം. കാരണം എന്താ? ദിക്റും ദുആവും എന്നൊക്കെ പറയുന്നത് പ്രത്യേകം കൽപ്പിക്കപ്പെട്ട സമയമല്ല ഖിയാമ്, മറിച്ച് ഖിയാമിൽ പ്രത്യേകം കൽപ്പിക്കപ്പെട്ട ഖിറാഅത്ത. അപ്പൊ അതുകൊണ്ട് ആ സുക്കൂത്തിന്റെ സമയത്ത് ഖുർആൻ ഓതലാണ് നല്ലത്. എന്നാൽ ഖാല ശൈഖുന ഇബ്നു ഹജർ അൽ-ഹൈതമി തങ്ങൾ പറയാണ്, വഹീനൈദിൻ, ഇങ്ങനെ ഖിറാഅത്താണ് ഔല എന്ന് പറഞ്ഞല്ലോ, അങ്ങനെ ഉത്തമം ഓത്താണെന്ന് വരുമ്പോൾ ആ ഓത്ത് ഫേവറു വ്യക്തമാണ്. അന്നഹു, ഈ ഇമാമ് യുറായി, അയാൾ ശ്രദ്ധിക്കണം, പരിഗണിക്കണം. ആ തർത്തീബ് മുസ്ഹഫിന്റെ തർത്തീബിനെയും വൽ മുവാലാത്ത, സൂറത്തുകൾക്കിടയിലുള്ള തുടർച്ചയും എന്റെ ഇടയിൽ ബൈനഹ, ഈ സിറായിട്ട് ഈ സഖ്തയുടെ സമയത്ത് ഓതുന്ന ഖിറാഅത്തിന്റെയും വബൈനമായ യഖ്റഉഹാ ബഅദഹാ വബഅദ, ഇപ്പൊ ഓതുന്നതിന്റെയും അതിന് ശേഷം ഓതുന്നതിന്റെയും ഇടയിൽ ഉള്ള തർത്തീബും മുവാലാത്തും പാലിക്കേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആകെ കൂടി ഒന്നും അല്ലാതാക്കണ്ട. നമ്മളെ നാട്ടിൽ പണ്ട് ഖുതുബയത്തെ കഥ പറഞ്ഞേക്ക് ചില മുങ്ങൽ വിദഗ്ധരായിരിക്കുന്ന മൗലിയാമാരുണ്ട്. ഓർമ്മണ്ടോ? മുങ്ങൽ വിദഗ്ധരായ മൗലിയാമാര് ഒരു ഫളല്ലീൻ ആമീൻ എന്ന് പറഞ്ഞാൽ പിന്നെ ഓരെ കാണൂല. ചില മൗലിയാമാര് പൊന്തൽ എവിടെയെന്നറിയോ? പറയാണ്, മൗലിയാമാരെ കുറ്റം പറയാണ്, ഇയാള് വലിയൊരു തെഞ്ഞ ആളാണ്, അങ്ങനെയൊന്നും പറയണ്ട. ഞാനുമായി പെട്ട സാധു തന്നെയാണ്. അങ്ങനെ പറഞ്ഞ സുമ്മലായ മൂത്തു ഫിഹാ വലാ യഹ്യാ, എന്ത് ഇതുവരെ ഈ സാധു എവിടെ? ഇനി വലല്ലോല്ലേം കഴിഞ്ഞിട്ടേ പിന്നെ പൊന്തിയ എവിടെ? സുമ്മലായ മൂത്തു ഫിഹാ വലാ യഹ്യാ, എവിടുക്കാ പഠിച്ചോലെ ഈ ഫിയാ വമീർ മടക്കേണ്ടത്? ഓ സിറായിട്ട് മനസ്സിലാക്ക. ചില ആളുകൾ കുറച്ചുകൂടി ഒരു അവസരബോധമുള്ള ചില ഇമാമിയങ്ങൾ എന്താക്കും, അത് അഫ്ലഹമന്ത സക്ക മുതൽക്ക് കൊടുക്കും. പിന്നെ ഒരു പോലെ ഉണ്ട്. എന്തായാലും അയാൾ ചെയ്തത് ശരിയല്ല. നമ്മുടെ നാട്ടിൽ പല ഇമാമിയങ്ങളും ഇന്നും അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം എന്താ? ജഹ്റാക്കൽ സുന്നത്തുള്ള നിസ്കാരങ്ങളിൽ
ഫാത്തിഹ സൂറത്ത് മുഴുവൻ ജഹറാക്കലും ഓതുന്ന സൂറത്ത് മുഴുവൻ ജഹറാക്കലുമാണ് സുന്നത്ത്. പണ്ട് കോളേജ് പട്ടിക്കാട് പഠിക്കുന്ന കാലത്ത് ഷെയ്ഖുന കോട്ടുമൽ ഉസ്താദിന് മറക്കത് വലിയ മഹാനാണ്, ഫിഖ്ഹില് വലിയ തഹ്ഖീഖ് ഉണ്ടായിരുന്ന ആളാ. മഹാനവറുകള് ചിലപ്പോ നമ്മൾ വിഷയത്തിൽ നിന്നിട്ടല്ല, എന്തെങ്കിലും വല്ല വരീപായ മസലയൊക്കെ ചിലപ്പോ അന്നേ കുറച്ച് ഫിഖ്ഹിൽ ഒരു ഭ്രാന്തുണ്ട് എനിക്ക്. ചിലപ്പോ ഞാൻ ചെന്നുകാണ്ട് ഉസ്താദിനോട് ഇങ്ങനെ വെറുതെ റൂമിൽ വിശ്രമിക്കുന്ന സമയത്ത് പോയിട്ട് മസല ചോദിക്കും. എന്നാ ചോദിച്ചാ മസല പറഞ്ഞു തരല്ല, കിതാബിന്റെ പേര് ഇന്ന കിതാബിന്റെ ഇല്ലുണ്ട് അടുത്ത് നോക്കുക. ആരാ കുട്ടികള് കിതാബ് നോക്കി പഠിച്ചോട്ടെ എന്നുള്ള നിലക്ക് കൽപ്പിച്ചൂട്ടി പറയണേ. അങ്ങനെ നമ്മളുണ്ടോ ആ കിതാബ് എടുത്ത് നോക്കിയിട്ട് കാണുന്നു, എവിടെ നോക്കി 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 പിന്നെ തലയിലും ചൊറിഞ്ഞ് ഇങ്ങനെ ചെന്ന് ഇവിടെ കണ്ടില്ലേ, അപ്പൊ ഒന്നും ഉണ്ടാകുന്ന കണ്ടിട്ടില്ലാതെ മനസ്സിലായി. അപ്പൊ അവിടെ നിന്ന് ആ ഇരിപ്പെന്ന് പറയും, ഇന്ന പേജ് ഇത്രാമത്തെ പേജിൽ നോക്കണ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ആ പറഞ്ഞ പേജിൽ ആ മസല വളരെ കൃത്യമായിട്ട് ഉണ്ടാവും. അങ്ങനത്തെ അത്രയും ഫിഖ്ഹിൽ വളരെ ഹിഫ്ളും തഹ്ഖീഖും ഉണ്ടായിരുന്ന ബഹുമാനപ്പെട്ട കൂട്ടുമൽ ഉസ്താദിനെ മറക്കത്. മുമ്പൊരു സാധാരണ ജമാഅത്തിന് പള്ളിയിൽ വരും. ശംസുൽ ഉലമ ചില കാരണങ്ങളാൽ പട്ടിക്കാട് അന്ന് പള്ളിയിൽ ജമാഅത്തിന് വരാറുണ്ടായിരുന്നില്ല. കുട്ടിയാമോ സാഹിബിന്റെ നേതൃത്വത്തിൽ പള്ളി പൊളിച്ച് പന്തലാക്കിയതിന് ശേഷം മഹാനവറുകള് പട്ടിക്കാട് പള്ളിയിൽ ജമാഅത്തിന് വരാറുണ്ടായിരുന്നില്ല. അതിന് കാരണമുണ്ട്. ഏതായാലും ആട്ടെ, കൂട്ടുമൽ ഉസ്താദ് ജമാഅത്തിന് വരും. ജമാഅത്തിന് അപ്പോ അന്ന് കക്കിഞ്ചക്കാരൻ നല്ലൊരു ഖിറാഅത്തുള്ള ഒരു മൗലിയാരുണ്ട്. ഇനി കർണാടക സ്റ്റേറ്റിലെ കക്കിഞ്ച എന്നറിയും. ഞങ്ങൾ ഇമാമെന്നാ വിളിക്കാൻ പോലെ. ഒരിക്കൽ ഉസ്താദ് ഉണ്ട്, സാധാരണ വെള്ളിയാഴ്ചരാവൊന്നും ഉണ്ടാവൂലല്ലോ. അപ്പൊ വെള്ളിയാഴ്ചരായപ്പോ അന്ന് സബ്ബീസ് മോദി നമ്മളെ ഇപ്പത്തെ ഈ നേരത്തെ പറഞ്ഞ മുങ്ങൽ വിദഗ്ധരോത്ത് അത് അവിടുന്ന് അങ്ങോട്ട് ഉറക്കെ അത്. അതുപോലെ തന്നെ രണ്ടാമത്തെ സൂറത്തിലും നെക്കേരിച്ചാണ് കഴിഞ്ഞാട്ട് അവിടെ നിന്നിട്ട് ദേഷ്യം പിടിച്ചിട്ട് ദത്താടാ ഒരു മുങ്ങല്, ഒരു പൗതിക്കലെത്തും ഒരു പൊന്തല്, ഉറക്കോത് കാണിക്കും മൊയ്മനാണ് ഉറക്കോതി കൂടെ എത്ര പൗതിയർ. അപ്പൊ അങ്ങനെയാണ് ഫിഖിന്റെ തഹ്ഖീഖ്. മറ്റേത് നമ്മൾ സുന്നത്ത് പൗതി മുറിക്കുക. അപ്പൊ പിന്നെ ഇതൊക്കെ പാടെങ്ങനെ മൗലിയാരെ പിന്നെ അത് ഒത്തു കിട്ടുക? ഏത് മുവാലാത്തും തർത്തീബും അതും നോക്കണം, പുറകിൽ ചെറുവാക്കണം എന്നൊക്കെ പറയുമ്പോ എങ്ങനെ? അതായത് സബ്ബീസ് ഒന്നാമത്തെ റക്അത്തിൽ ഓതണം. ഒരു കാര്യങ്ങൾ ചെയ്തോളി, ഒന്നാമത്തെ റക്അത്തിൽ സബ്ബിഹിസ്മ ഓതുന്നതിന് മുമ്പ് ഫാത്തിഹ ഓതാൻ വേണ്ടിയിട്ടുള്ള സുക്കൂത്തിന്റെ സമയത്ത് വസ്സമായി ഒത്തോരിക്ക് നല്ല സിറായി ചോദിക്കോട്ടെ. എന്നിട്ട് അത് കഴിയുമ്പോക്ക് ഫാത്തിഹ മൗമീങ്ങളുടേത് കഴിച്ചു. എന്നിട്ട് സബ്ബിഹിസ്മ തലക്കൽ മുതൽക്ക് ജഹറാക്കിക്കോട്ടെ. എന്നാല് തർത്തീബും കിട്ടി, മുവാലാത്തും കിട്ടി, സിറാക്കണ സുക്കൂത്തിന്റെ ആ സുന്നത്തും കിട്ടി, ഈ സബ്ബിഹിസ്മ മുഴുവനായിട്ട് ഉറക്കോതുക എന്ന് പറയുന്ന സുന്നത്തും കിട്ടിയല്ലോ. രണ്ടാം റക്അത്തിൽ ഹൽ അത്താക്കല്ലേ. അപ്പൊ ഇവിടെ എന്താക്കുക? ഹൽ അത്താക്ക തന്നെ പതുക്കോതുക. പതുക്കോതിയിട്ട് മൗമൂമിങ്ങൾ ഫാത്തിഹ ഓതി തീരാൻ ആവശ്യമായ സമയം പതുക്കോതിയതിനു ശേഷം രണ്ടാമത് ജഹറായിട്ട് തലക്കെന്ന് വീണ്ടും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഹൽ അത്താക ഹദീസുൽ ഗാശിയ എന്നിടം മുതൽ ആവർത്തിച്ചോതുക. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ വെള്ളിയാഴ്ചരാകും മഗ്രിബിന് പുല്യായ്യുൽ കാഫിറൂൻ ഓതണ്ട് പറഞ്ഞു. എന്നാൽ ഫാത്തിഹ ഓതുന്ന അത്രയും സമയം ഇന്നായത്തിനാക്കൽ കൗസർ ഓതിക്കോട്ടെ, അതല്ലെങ്കിൽ അതിന്റെ തൊട്ടു മുമ്പുള്ള അറായിത്തയും ഇന്നായത്തിനാക്കൽ കൗസറും കൂടി ഓതിക്കോട്ടെ. എന്നിട്ട് പുല്യായ്യുൽ കാഫിറൂൻ ഓതാ. രണ്ടാമത്തെ റക്അത്തിൽ ഇദാ ജാ നസ്റുല്ലാഹിയും അതുപോലെ തന്നെ തബ്ബത്തും ഓതിക്കോട്ടെ. മൗമൂമിങ്ങൾ ഫാത്തിഹ ഓതി തീരുമ്പോക്ക്. എന്നാൽ രണ്ടാമത്തെ റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു ഓതാമല്ലോ. ഇങ്ങനെ ഒരേ സൂറത്ത് തൊട്ട് നിൽക്കുന്ന സബ്ബിഹിസ്മി മല്ലത്താക്കിയും പോലത്തതാണെങ്കിൽ, അല്ലെങ്കിൽ സൂറത്തുൽ ജുമഅയും മുനാഫിഖൂനെയും പോലത്തതാണെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ അതിനെ തൊട്ടുമുമ്പുള്ള സൂറത്തിൽ നിന്നിട്ട് ഓതാ. ഇന്ന പോലെ മുമ്പുള്ള ഹിഫ്ള് ഇല്ല, ആകെ സൂറത്തുൽ ജുമഅന്റെ ഹിഫ്ള് ഉള്ളൂവെങ്കിൽ സൂറത്തുൽ ജുമഅന്റെ ആദ്യത്തെ ഭാഗം കുറച്ച് പതുക്കോതുക. എന്നിട്ട് രണ്ടാമത് തലക്കെന്ന് വീണ്ടും അത് തന്നെ ഉറക്കോതുക. രണ്ടാമത്തെ റക്അത്തിൽ രണ്ടാമത്തെ സൂറത്തിൽ നിന്നിട്ട് കുറച്ച് ഭാഗം പതുക്കോതുക. എന്നിട്ട് തലക്കൽ മുതൽ പിന്നെ ജഹറാക്കുക. അല്ലാതെ പൗതി മുങ്ങിയിട്ട്
എന്ന് പറഞ്ഞിട്ട് പൊന്തുകയല്ല വേണ്ടത്. പല മൗലവിമാരും ഇപ്പോഴും ഈ എ പി ഉസ്താദിന്റെ സജീവമായ ഇടപെടൽ കാരണം പലതും മാറിയ കൂട്ടത്തിൽ ഖുതുബയിൽ മുങ്ങൽ പലപ്പോഴും ഇപ്പൊ ഏകദേശം 99% മാറിയാണ്. ഖുതുബ എല്ലാം കേക്കപ്പം. മുമ്പ് അങ്ങനെയല്ല, അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ടാണ് മുങ്ങിയ പിന്നെ കുറെ കുറുകുറു 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 പറഞ്ഞിട്ട് പിന്നെ ഉണ്ട് സല്ലല്ലാഹു അലാ മുഹമ്മദ്. അതൊക്കെ ഇപ്പൊ പോയിട്ട് മനുഷ്യന് കേൾക്കാനാണ്. എന്നതുപോലെ തന്നെ ഈ സൂറത്തുകളിൽ സുമലാമൂതുവിയാവലായ ഒന്ന് വിട്ടിട്ട് സബീസ്മ തലക്കുന്ന തന്നെ മനുഷ്യൻ കേൾക്കുന്ന നിലക്ക് ഓതുക. അതുകൊണ്ട് സുക്കൂത്ത് ഒഴിവാക്കേണ്ടതില്ല. മുമ്പത്തെ സൂറത്തിൽ നിന്നിട്ട് ഓതിയിട്ടാവാം. അത് കിട്ടൂലെങ്കിൽ ആ സൂറത്ത് തന്നെ കുറച്ച് പതുക്കെ ഓതിയിട്ട് രണ്ടാമത് ഉറക്കെ അത് തന്നെ മടക്കി ഓതാം. പോട്ടെ. ഇനി ഫായിദത്തുൻ യുസന്നു സഖ്തത്തുൻ ലത്തീഫത്തുൻ. അപ്പൊ ആദ്യം പറഞ്ഞ സുക്കൂത്ത പറഞ്ഞ സുക്കൂത്തല്ല, യഥാർത്ഥത്തിൽ സിറായിട്ട് ഓതുകയാണ് നഷ്ടം. ഇനി ഒരു ചെറിയ ലഘുവായ സക്കത്ത. എത്ര ലഘു? ബി ഖദ്രി സുബ്ഹാനല്ലാഹ്. ഒരു സുബ്ഹാനല്ലാഹ് എന്ന് പറയാൻ ആവശ്യമായ അത്ര സമയം സുക്കൂത്താകുക. ഒന്ന് നേരത്തെ പറഞ്ഞു, എവിടെ? വലല്ലാലീൻ എന്നതിന്റെയും ആമീൻ എന്നതിന്റെയും ഇടയിൽ. ഇനി രണ്ടാമത്തതാ പറയുന്നത്, ബൈന ആമീന വസൂറത്തി. ആമീൻ പറഞ്ഞു കഴിഞ്ഞിട്ട് സൂറത്ത് ഓതുന്നതിന്റെ ഇടക്ക് എന്താക്കുക? ഒരു സുബ്ഹാനല്ലാഹിന്റെ ഖദ്ർ സുക്കൂത്താകുക. അതുപോലെ തന്നെ ബൈന ആഖിരിഹാ വ തക്ബീറത്തുർ റുകൂഇ. ഈ സൂറത്തിന്റെ അവസാനത്തിന്റെയും റുകൂയിലേക്കുള്ള അല്ലാഹു അക്ബറിന്റെയും ഇടക്ക്. അത് കഴിഞ്ഞ് മുമ്പ് വബൈന തഹറുമി വദുആഇൽ ഇഫ്തിതാഹി. തക്ബീറത്തുൽ ഇഹ്റാം അല്ലാഹു അക്ബർ എന്ന് ചൊല്ലിയതിന്റെയും വജ്ജത്ത് ഓതുന്നതിന്റെയും ഇടയിൽ സുബ്ഹാനല്ലാഹിന്റെ ഖദ്ർ. വബൈനഹു വബൈന തഅവൂദി വഅന മിനൽ മുസ്ലിമീൻ എന്ന് വജ്ജത്ത് ഓതി കഴിയുന്നതിന്റെയും അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന്റെയും ഇടയിൽ ഒരു സുക്കൂത്ത്. വബൈനഹു വബൈനൽ ബസ്മലത്തി അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നതിന്റെയും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിന്റെയും ഇടയിൽ ഒരു സുക്കൂത്ത്. ഇങ്ങനെ 6 സ്ഥലത്ത് സുക്കൂത്ത് സുന്നത്തുണ്ട് ഖിയാമിൽ. ഒന്ന് എണ്ണിയൊക്കെ നമ്മള്. തക്ബീറത്തുൽ ഇഹ്റാം കെട്ടി വജ്ജത്തുവിന്റെ മുമ്പൊന്ന്, വജ്ജത്ത് ഓതിയിട്ട് അഊദുവിന്റെ മുമ്പൊന്ന്, അഊദ് ഓതിയിട്ട് ബിസ്മിന്റെ മുമ്പൊന്ന്, പിന്നെ വലല്ലാലീൻ പറഞ്ഞിട്ട് ആമീന്റെ മുമ്പൊന്ന്. അങ്ങനെ. ഇരുവസുന്ന ആയത്തുൻ ഫഅക്സറ. ചുരുങ്ങിയത് ഒരായത്തെങ്കിലും ഓത്. സാധിക്കുമെങ്കിൽ അതിൽ കൂടുതൽ. ഒറ്റക്ക് സ്കരിക്കുന്നവരാണെങ്കിൽ എത്രയോ ഓതാം. എന്നാൽ വല്ലൗല ഒരായത്ത് ഓതിയാൽ തന്നെ അസ്ർ സുന്നത്ത് കിട്ടുമെങ്കിലും ഉത്തമം സലാസുൻ 3 ആയത്തെങ്കിലും ഓതലാണ് ഉത്തമം. 3ൽ കുറയാതിരിക്കുന്നത് നല്ലതാ. ഇനി ഒരാൾ ഒന്നെ ഓതി കൂട്ടിക്കൂടി, അതുകൊണ്ട് കറാത്തൊന്നുമില്ല. തന്നെയല്ല, ഈ ആയത്ത് ഓതുക എന്ന് പറയുന്ന അസ്ർ സുന്നത്ത് കിട്ടുകയും ചെയ്യും. എപ്പോഴ്? ഫാത്തിഹ ഇപ്പൊ വുജൂബാണല്ലോ. വുജൂബായ ഫാത്തിഹ കഴിഞ്ഞു, ഫാത്തിഹന്റെ ശേഷമുള്ള സുന്നത്തായ ആമീനും പറഞ്ഞു കഴിഞ്ഞാൽ ഒരായത്തെങ്കിലും ഓതൽ സുന്നത്ത. എന്നാൽ അത് 3 ആയത്തിൽ കുറയാതിരിക്കുന്നത് നന്ന്. എന്നാൽ വയുസന്നു സുന്നത്താക്കപ്പെടും ലിമൻ ഖറഅഹ, ഈ ആയത്തിനെ ഓതുന്നവന് മിൻ അസ്നായി സൂറത്തി, സൂറത്തിന്റെ ഇടയിൽ നിന്നിട്ട് ഒരു ആയത്ത് ഓതുകയാണെങ്കിലും അൽ ബസ്മലത്തു, ബിസ്മി ഓതൽ സുന്നത്താക്കപ്പെടും. തുടക്കത്തിൽ പിന്നെ ഉണ്ട് എന്ന് പറയേണ്ട ആവശ്യമില്ല. തുടക്കത്തിൽ സൂറത്തിന്റെ ഒക്കെ തുടക്കത്തിൽ ബിസ്മി ഉണ്ടല്ലോ, അതോതാ. ഇടക്ക് വെച്ചിട്ട് ആയത്ത് ഓതുകയാണെങ്കിലും ബിസ്മി ഓതൽ സുന്നത്തുണ്ട്. നസ്വലി ഷാഫിഈ, ഇങ്ങനെ ഇടക്ക് വെച്ച് ഓതുകയാണെങ്കിലും ബിസ്മി സുന്നത്തുണ്ട് എന്ന് ഇമാം ഷാഫി റളിയല്ലാഹു തആല അൻഹു വ്യക്തമാക്കിയിരിക്കുന്നു. ഇപ്പൊ ഒരു ആയത്തെങ്കിലും ഓതണം എന്ന് പറഞ്ഞല്ലോ. അതുപോലെ അസുലു സുന്നത്തി, ഈ ആയത്ത് ഓതുക എന്ന് പറയുന്ന അടിസ്ഥാന സുന്നത്ത് പൂർണ്ണല്ലെങ്കിലും അടിസ്ഥാന സുന്നത്ത് കിട്ടും. ബി തക്രീരി സൂറത്തിൻ വാഹിദത്തിൻ, ഒരു റക്അത്ത് തന്നെ ഒരു സൂറത്ത് തന്നെ ആവർത്തിച്ച് ഓതിയാല് ഫിർ റക്അത്തൈനി. ഫാത്തിഹ കഴിഞ്ഞിട്ട് 1-ാം റക്അത്തിൽ ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, 2-ാം റക്അത്തിലും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി. എന്നാൽ സൂറത്ത് ഓതുക എന്നല്ല സുന്നത്ത് കിട്ടും. പക്ഷേ 1-ാമത്തെ റക്അത്തിൽ ഒരു സൂറത്തും അടുത്ത റക്അത്തിൽ വേറൊരു സൂറത്തും ആവല് തന്നെയാണ് ഉത്തമം. എന്നാൽ ഓതി എന്ന സുന്നത്ത് കിട്ടാൻ ഒരേ സൂറത്ത് തന്നെ 2 റക്അത്തിലും ആവർത്തിച്ച് ഓതിയാലും സുന്നത്ത് കിട്ടും. വല്ല വബിയാദത്തിൽ ഫാത്തിഹത്തി,
ഫാത്തിഹ തന്നെ ഒരിക്കൽ കൂടി മടക്കി ഓതിയാലും സുന്നത്ത് കിട്ടും. പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട്, ഇല്ലം യഹ്ഫദ് ഗൈറഹാ. കണ്ടോ, വേറെ ഒന്നും കിട്ടൂല, ഓന് ഫാത്തിഹ കിട്ടൂ എങ്കിൽ ഫാത്തിഹ തന്നെ മടക്കി ഓതിയാലും സുന്നത്ത് കിട്ടും. മറ്റോടത്ത് അങ്ങനെയല്ല. ഒരാൾക്ക് 30 ജുസും ഖുർആൻ ഹിഫ്ള് ഉണ്ട്, പക്ഷെ ഫാത്തിഹ ഓതി കഴിഞ്ഞിട്ട് 1 റക്അത്തിന് ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, 2 റക്അത്തിനും ഖുൽ ഹുവല്ലാഹു അഹദ് ഓതി, എന്നാ സുന്നത്ത് കിട്ടും. എന്നാൽ ഫാത്തിഹ അങ്ങനെയല്ല. ഫാത്തിഹ ഓതിട്ട് രണ്ടാമത് സൂറത്തിന്റെ സ്ഥാനത്ത് രണ്ടാമത് വീണ്ടും ഫാത്തിഹ തന്നെ ഓതി ആ സുന്നത്ത് കിട്ടണമെങ്കിൽ ഫാത്തിഹ അല്ലാതെ വേറൊന്നും ഹിഫ്ള് ഇല്ലെങ്കിലേ പറ്റുള്ളൂ. എന്താ കാരണം? ഫാത്തിഹ ഫർളാണ്. ഫർദിനെ തക്റാർ ചെയ്യാൻ പാടില്ല, നിസ്കാരം തന്നെ ബാത്തിലാവും എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. അവരുടെ ഈ അഭിപ്രായ വ്യത്യാസത്തെ പരിഗണിക്കുമ്പോൾ ഫാത്തിഹ ആവർത്തിക്കാതിരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഫാത്തിഹ അല്ലാത്ത വേറൊന്നും കിട്ടാത്ത ആള് എന്നാ സൂറത്ത് ഓതുന്ന സുന്നത്ത് പോകണ്ട എന്ന നിലക്ക് ഓതാന്ന് മാത്രം. അത് ഫാത്തിഹയിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ വേറെ ലൈഫുകളിലോൽക്കും ഒന്ന് തന്നെ ആവർത്തിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഇനി മാത്രമല്ല ഖിറാഅത്തിൽ ബസ്മലത്തി ബിസ്മി മാത്രം ഓതിയാലും അസുര സുന്നത്ത് കിട്ടും. ഏത് ആയത്തൂതുക എന്ന സുന്നത്ത് ബിസ്മി മാത്രം രണ്ടാമത് ഓതിയാലും കിട്ടും. പക്ഷെ എന്ത് വേണം? ലാബി ഖസ്ദി അന്നഹ, ഈ ബിസ്മിയാണ് എന്ന ഉദ്ദേശമല്ലാതെ അല്ലത്തീയ വലൽ ഫാത്തിഹത്തി, ഫാത്തിഹന്റെ തുടക്കത്തിലുള്ള ബിസ്മി അല്ലാത്ത ഒരു ബിസ്മി എന്ന നിലക്കായിരിക്കണം. ഫാത്തിഹന്റെ തുടക്കത്തിലുള്ള ബിസ്മി എന്ന നിലക്കാവുമ്പോ നേരത്തെ പറഞ്ഞേക്ക് വേറെ ഹിഫ്ളുള്ളവർക്ക് എന്ത് കിട്ടൂല? ഫാത്തിഹ മടക്കി ഓതിയ സുന്നത്ത് കിട്ടൂലാണെന്നല്ലോ, ആ കൂട്ടത്തിൽ പെടും. അപ്പൊ അതാണെന്ന് പ്രത്യേകം കരുതാഞ്ഞാൽ മതി. വേറൊരു ബിസ്മി എന്ന് പറയുന്ന ഒരു ആയത്താണെന്ന് മനസ്സിലാക്കി ആ ഒരു ആയത്ത് ഓതുന്നു എന്ന ഉദ്ദേശത്തോടു കൂടി ഓതിയാ മതി. ഇങ്ങനെ ഒരായത്ത് ഓതിയാൽ തന്നെ അസ്ൽ സുന്നത്ത് കിട്ടും. അതോടുകൂടി 3 ആയത്ത് കുറയാതിരിക്കൽ നല്ലതാണ്. എന്നാൽ സൂറത്തുൻ കാമിലത്തുൻ, പൂർണ്ണമായിരിക്കുന്നൊരു ആയത്തോതലാണ്. അവിടെയൊക്കെ അർക്കത്തിട്ടൊക്കെ തെറ്റാട്ടോ, അന്ന് അർക്കത്തൊന്നും നോക്കണ്ട. വസൂറത്തുൻ കാമിലത്തുൻ, പൂർണ്ണമായിരിക്കുന്ന ഒരു സൂറത്താണ് അഫ്ളു മിൻ ബഅദിൻ തവീലത്തിൻ എന്ന് പറയുന്നുണ്ട്. എപ്പോ ഒരു പൂർണ്ണ സൂറത്താണ് ഏറ്റവും അഫ്ളല്, എന്തിനെക്കാട്ടിലും മിൻ ബഅദിൻ തവീലത്തിൻ, മിൻ ബഅദി തവീലത്തിൻ, മിൻ ബഅദിൻ അല്ല, മിൻ ബഅദി തവീലത്തിൻ, ദീർഘമായ ഒരു സൂറത്തിൽ നിന്നും അല്പഭാഗം ഓതുന്നതിനേക്കാൾ ഒരു പൂർണ്ണമായ സൂറത്ത് ഓതലാണ് ഉത്തമം. വൈന്തോല, ഈ വലിയ സൂറത്തിന്റെ അല്പഭാഗം ഈ ചെറിയ സൂറത്തിനേക്കാൾ ദീർഘമുണ്ടെങ്കിൽ പോലും ഒരു പൂർണ്ണമായ സൂറത്ത് ഓതലാണ് അഫ്ളല്. എപ്പം ഹൈസുലം മെരിദിൽ ബാബു, അല്പം ഓതിയതായിട്ട് ഹദീസിൽ വരാത്തോർത്ത്. അങ്ങനെ ഇവിടെയൊക്കെ തറാവിയിലൊക്കെ ഖത്തം തീർക്കലാണ് സ്വഹാബത്തിന്റെ സുന്നത്ത്. സ്വഹാബത്തിന്റെ സുന്നത്ത് തറാവിയിൽ ഖത്തം തീർക്കലാണ്. അങ്ങനെ വരുമ്പോ ഒരു സൂറത്തിന്റെ കുറെ ഭാഗങ്ങൾ ഒരു റക്അത്തിൽ ഓതും, അടുത്ത റക്അത്തിൽ ബാക്കി കുറെ ഭാഗങ്ങൾ ഓതും. അങ്ങനെയാണ് അവിടെ അങ്ങനെ തന്നെ. അങ്ങനെ വരാത്തയിടത്തൊക്കെ വലിയൊരു സൂറത്തിന്റെ കുറെ ഭാഗം ഓതുന്നതിനേക്കാൾ നല്ലത് ഒരു ചെറിയ സൂറത്തും ചെറുതെങ്കിലും ചെറുതൊരു ഫുള്ള് സൂറത്ത് ഓതലാണ്. അതായത് നമ്മളെ നാട്ടിൽ ഇപ്പൊ മൗലിയാമാര് സാധാരണ വല്ലൈലിന്റെ കീഴ്പ്പെട്ടുള്ളതാണല്ലോ സാധാരണ ഓതുക. നമ്മളെ ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു ചൊറുക്കുറവാ. ഇവിടെ അറബി നാട്ടിലൊക്കെ വന്നാലോ വലിയ സൂറത്തിന്റെ കുറെ ആയത്തുകൾ ഇങ്ങനെ ഓതും, നല്ല ചൊറുക്കുള്ള ഒച്ചയിക്കാറ്. അപ്പൊ ഞമ്മക്ക് തോന്നും, ഐ എന്തൊരു അടിപൊളി ഓത്ത്, നമ്മളെ നാട്ടിലെ മൗലിയാമാർക്ക് ഇതൊന്നും എന്താ കിട്ടാത്തത്? അങ്ങനെയല്ല, കിട്ടാഞ്ഞിട്ടല്ല, ഇവര് വിവരമില്ലാത്ത ജാഹിലീങ്ങളായത് കൊണ്ടാണ് വലിയ സൂറത്തിന്റെ കുറെ ഭാഗങ്ങൾ ഓതുന്നത് എന്ന് ഇമാം തെർശീഹിന്റെ മുസ്ലിം തെർശീൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വിവരക്കേടിന്റെ അടയാളാണ്. കാരണം എന്താന്ന് വെച്ചാല് മൗമൂമിങ്ങളെ വിഷമം പരിഗണിക്കാതെ നല്ല ചൊറുക്കിലാണെന്ന് അറിഞ്ഞിട്ട് അറിയില്ല നീട്ടി ഓതുന്നത് തെറ്റാണ്. അന്നല്ല അങ്ങനെ ഒന്നുമില്ല, മൗമൂമിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ പോലും സൂറത്തിന്റെ കുറച്ച് ഭാഗം കുറെ നീട്ടി ഓതുന്നതിനേക്കാൾ നല്ലത് ചെറിയൊരു മുഴുവൻ സൂറത്ത് ഓതലാണ്. മനസ്സിലായില്ലേ? കാരണം എന്താ? അതിന് കാരണം പറയാൻ കാരണം, ഈ വലിയൊരു സൂറത്തിന്റെ കുറച്ച് ഭാഗം ഓതുമ്പം അതിന് മുമ്പും പിമ്പും ആയിട്ട് അതിന് മാനവിയായ ബന്ധം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓത്തിന്റെ മായന കാതിലാകുന്നില്ല, പൂർണ്ണമാകുന്നില്ല. ചെറിയൊരു സൂറത്ത് ചെറുതാണെങ്കിലും അത് മുമ്പും പിമ്പുമായിട്ട് ബന്ധമില്ല, ഒരാശയം സമ്പൂർണമായിരിക്കും. പണ്ട് പെണ്ണ് പറഞ്ഞേക്ക് ചെറിയതെങ്കിലും ചെറിയത് അവനാന്റെ പേരയിൽ മരിച്ചെങ്കിലേ പഞ്ചും പൂതിയും കഴിയുള്ളൂ, കാവൊടിച്ചാൻ കഴിയുള്ളൂ പറഞ്ഞു.
അപ്പൊ അവനാന്റെ പെരയിൽ പഠിക്കുക എന്ന് പറയുമ്പോ ചെറിയതെങ്കിലും ചെറിയതിന് അതിനൊരു കമാലിയത്തുണ്ട് എന്നതുപോലെ സൂറത്ത് ചെറിയതെങ്കിലും ചെറിയത് ഒന്ന് മുഴുവൻ ഓതലാണ് വലിയൊരു സൂറത്തിന്റെ കുറെ ഭാഗം ഓതുന്നതിനേക്കാളും നല്ലത്. വൈൻ തോലാന്ന് പറഞ്ഞാൽ ആ ഓതിയ ഭാഗം കുറെ നീണ്ടതാണ്. അതായത് ഈ ചെറിയ സൂറത്തിനേക്കാളും ഒക്കെ എത്രയോ നീണ്ടതാണ്. എന്നാലും ആ നീണ്ട ഭാഗത്തിനെക്കാട്ടിലും ഒരു പൂർണ്ണമായ സൂറത്ത് ഓതൽ തന്നെയാണ് നല്ലത്. ഇനി വേറെ കറാത്താക്കപ്പെടും തെർക്കുഹ, ഈ സൂറത്തോതലിനെ ഉപേക്ഷിക്കൽ അല്ലെങ്കിൽ ആയത്തോതലിനെ ഉപേക്ഷിക്കൽ. അടോ ആയത്താണല്ലോ സുന്നത്ത്, സുന്ന ആയത്തും എന്ന് പറഞ്ഞു. ആയത്തോതലിനെ ഉപേക്ഷിക്കൽ അതായത് മുഅക്കദായ സുന്നത്താണ് എന്ന് മാത്രമല്ല റിആയത്തൻ ലിമൻ ഔജബഹ. ചില ഇമാമിയങ്ങള് ആയത്ത് ഫാത്തിഹന്റെ പുറമെ ഒരു ആയത്തെങ്കിലും ഓതൽ വുജൂബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഖിലാഫിനെ പരിഗണിച്ചുകൊണ്ട് ഒഴിവാക്കൽ കറാഹത്ത് കൂടി വരും. അപ്പൊ ഒരു ആയത്തെങ്കിലും ഓതിയിരിക്കണം. ഫർദ് നിസ്കാരത്തിലും വേണം, സുന്നത്ത് നിസ്കാരത്തിലും വേണം, മയ്യിത്ത് നിസ്കാരമല്ലാത്ത എല്ലാത്തിലും വേണം. അത് തോനോതാൻ പറ്റുന്ന തോനോദിക്കോട്ടെ, കുറച്ചെങ്കിലും വേണം, അല്ലെങ്കിൽ കറാഹത്ത് വരും എന്നർത്ഥം. ഇനി വഖറജ ബിബഅദിഹ, ഫാത്തിഹന്റെ ശേഷം എന്നാ പറഞ്ഞ്. വസുന്ന ആയത്തുൻ ഫഅക്സറ ബഅദഹ. ആണോ ഫാത്തിഹന്റെ ശേഷം അഖിബഹ എന്നല്ല പറഞ്ഞ്. ആമീൻ പറഞ്ഞോടത്ത അഖിബഹ എന്ന് പറഞ്ഞു. ഫാത്തിഹ കഴിഞ്ഞ ഉടനെയാണ്. സൂറത്ത് പറഞ്ഞോടത്തോ ബഅദഹ എന്നാ പറഞ്ഞ്. അതുകൊണ്ട് ഉറപ്പെട്ടു ലൗ ഖദ്ദമഹ അലൈഹ, ഫാത്തിഹന്റെ മുമ്പ് എന്താക്കി ഈ ആയത്തിന് മുന്തിച്ചു. ഫലാ തുഹ്സബു, അത് എണ്ണപ്പെടുകയില്ല. മനസ്സിലായേ? ഫാത്തിഹ ഓതുന്നതിന്റെ മുമ്പ് ഒരാൾ എന്തോതി, ആയത്തോതി അല്ലെങ്കിൽ സൂറത്തോതി, എന്നാൽ അതുകൊണ്ട് സുന്നത്ത് കിട്ടൂല എന്ന് മാത്രമല്ല വല്യുക്രഹുദാരിക്ക. കാരണം ഫർദിനേക്കാളും സുന്നത്തിന് മുൻഗണന കൊടുത്തു എന്നും അസ്ഥാനത്ത് ഖുർആൻ ഓതി എന്നും. കാരണം ഫാത്തിഹ അല്ലാത്ത ഖിറാഅത്ത് ഫാത്തിഹന്റെ ശേഷമാണ് അതിന്റെ സ്ഥാനം തെറ്റിച്ച് ഓതി എന്നതുകൊണ്ട് കറാഹത്ത് വരും. എന്തെങ്കിലും ഇന്നലെ നമ്മളൊരു മസാല പറഞ്ഞപ്പം അവിടെ ചെറിയൊരു ഓർമ്മക്കുറവ് പറ്റിയിരുന്നു. അൽഹംദുലില്ലാഹ് അന്നേരം കൈക്കൂട്ടം ഉസ്താദ് അത് ഓർമ്മപ്പെടുത്തിയ അടിസ്ഥാനത്തിൽ ഞാൻ രണ്ടാമത് തൊഫെടുത്ത് പരിശോധിച്ചപ്പോൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞില്ലേ, വജ്ജത്തു സുന്നത്തുള്ളത് അഊദു സുന്നത്തുള്ളത് വജ്ജത്ത് ഓതി കഴിഞ്ഞിട്ടാണ്. അഊദു ബിസ്മി ഓതുന്നതിന് മുമ്പാണ് സുന്നത്ത്. അപ്പൊ ഒരാള് ഓർമ്മയില്ലാതെ തക്ബീർ കെട്ടിയ ഉടനെ വജ്ജത്ത് ഓതിപ്പോയി. അല്ല, വജ്ജത്ത് ഓതുന്നതിന് പകരം അഊദു ബിസ്മി ചൊല്ലിപ്പോയി. അഊദു ചൊല്ലിയതിന് ശേഷം രണ്ടാമത് വജ്ജത്ത് ഓതിയാൽ വജ്ജത്തിന്റെ സുന്നത്ത് കിട്ടൂല. അതുപോലെ തന്നെ ഒരാൾ തക്ബീർ കെട്ടിയ ഉടനെ അഊദു ഓതാൻ മറന്ന് വേഗം എന്താക്കി ബിസ്മി തുടങ്ങി. എന്നാൽ പിന്നെ ആ ബിസ്മി മുറിച്ചിട്ട് അഊദുവിലേക്കോ വജ്ജത്തിലേക്കോ പോകാൻ പാടില്ല. അപ്പോ ബിസ്മി ഫർദാണല്ലോ, ഫർദിനെ മുറിച്ചിട്ട് സുന്നത്തുക്ക് പോകാൻ പാടില്ല എന്ന് പറഞ്ഞത് ഹറാമാന്നുള്ള അർത്ഥത്തിനല്ല, കറാഹത്താണെന്നുള്ള അർത്ഥത്തിനാണ്. മനസ്സിലായില്ലേ? അതേ സമയത്ത് മറന്നുകാട് രണ്ടാറക്കയത്തിൽ നിന്നിട്ട് മൂന്നാറക്കയത്തിലേക്ക് എഴുന്നേറ്റ് നിന്നു. നൃത്തത്തിലേക്ക് എത്തിയതിനു ശേഷം അത്തയ്യാത്ത് ഓതിയിട്ടില്ല എന്ന് ഓർമ്മ വന്നപ്പോ ആ അത്തയ്യാത്തിൽ ഓതാൻ വേണ്ടിയിട്ട് ഇരുത്തത്തിലേക്ക് വന്നാൽ അവിടെ ഹറാമാണ്, നല്ല നിസ്കാരം ബാത്തിലാവുകയും ചെയ്യും. അത് ഫീലിയ ഖൗലിയല്ല. അതായത് ഖിയാമാവുന്ന ഫർദിൽ ബന്ധപ്പെട്ടതിന് ശേഷം ആ ഫർദിനെ മുറിച്ചിട്ട് ഇരുത്തമാവുന്ന സുന്നത്തിലേക്ക് വരല് പാടില്ല, നിസ്കാരം ബാത്തിലാവും, ഹറാമാണ്. അതേ സമയത്ത് ഫാത്തിഹ എന്നത് ഖൗലിയായ ഫർദാണ്. ഖൗലിയായ ഫർദിനെ മുറിച്ച് സുന്നത്തിലേക്ക് പോകൽ കറാഹത്താണ്, ഹറാമില്ല. നിസ്കാരം ബാത്തിലാവുകയില്ല. കാരണം എന്താ? അതിന് പറഞ്ഞ കാരണം നിസ്കാരത്തിന്റെ രൂപത്തിന് മാറ്റം വരുന്നില്ല. പിന്നെ അതിന്റെ പുറമെ അഊദു ഓതാനും വജ്ജത്ത് ഓതാനും ഫാത്തിഹ ഓതാനും സൂറത്ത് ഓതാനും കൂടിയുള്ള ഫിൽ ജുംല മഹല്ലാണ് ഖിയാമ്. അപ്പം സ്ഥാനം തെർത്തീബ് തെറ്റി എന്നേ ഉള്ളൂ. ഖിയാമിൽ ചെല്ലേണ്ട കാര്യങ്ങളുടെ തെർത്തീബ് തെറ്റിച്ചതുകൊണ്ട് കറാഹത്ത് വരികയുള്ളൂ, ഹറാം വരൂല. അതായത് ഒരാൾ ഓർമ്മയില്ലാതെ ഫാത്തിഹ തുടങ്ങിപ്പോയി, ഫാത്തിഹ തുടങ്ങിയാൽ പിന്നെ വജ്ജത്ത് സുന്നത്തില്ല, അഊദും സുന്നത്തില്ല. ഇനി രണ്ടാമത് മടങ്ങിപ്പോയി വജ്ജത്ത് ഓതിയാ അതിന്റെ സുന്നത്ത് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. രണ്ടാമത് മടങ്ങിപ്പോയി അഊദു ഓതിയാ അതിന്റെ സുന്നത്ത് കിട്ടുമോ? ഒരിക്കലും കിട്ടൂല. എന്നാ അതുകൊണ്ട് ഹറാമുണ്ടോ? അതൊട്ടില്ലാണ്. പിന്നെ എന്താ ഉള്ളത്? കറാത്ത തന്നെ.
ഫാത്തിഹ തുടങ്ങിയതിനു ശേഷം ഫാത്തിഹ മുറിച്ച് അഊദ് ഓതാൻ വേണ്ടിയിട്ടോ വജ്ജത്ത് ഓതാൻ വേണ്ടിയിട്ടോ പോകൽ കറാഹത്താണ്, എന്തില്ല, ഹറാമില്ല. അതേ സമയത്ത് ഖിയാമിലേക്ക് വന്നതിന് ശേഷം ഇടയിലത്തെ ഓതാൻ വേണ്ടി ഇരിക്കുമ്പോൾ അത് ഹറാമാണ്, മനഃപൂർവ്വം ചെയ്ത നമസ്കാരം പാത്രമാകും. കാരണം അതൊരു ഫീലിയായ ഫർദിനെ മുറിച്ചിട്ട് ഒരു സുന്നത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെ കൗലിയായ ഫർദിനെയാണല്ലോ മുറിച്ചിട്ട് സുന്നത്തിലേക്ക് പോയത്, അത് കറാത്തേ ഉള്ളൂ, ഹറാം വരൂല. അത് തൊയ്ഫയിലെ കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇന്നലെ ഒരു ഓർമ്മ തെറ്റ് പറ്റിയതാണ്, നമ്മളെ കൈക്കൂട്ടം ഉസ്താദ് ഓർമ്മപ്പെടുത്തി. ഞാൻ രണ്ടാമത് എടുത്ത് നോക്കി ഉറപ്പുവരുത്തി. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണർത്തിയ ഉസ്താദിന് പ്രത്യേകം അനുഗ്രഹം ചെയ്യുമാറാകട്ടെ. ജസാഹുല്ലാഹു ഖൈറ. പിന്നെ ആണോ വല്യുക്റഹു ദാലിക, ഫാത്തിഹ ഓതുന്നതിന് മുമ്പ് സൂറത്ത് ഓതിയാൽ ആ സൂറത്ത് എണ്ണപ്പെടൂല, സുന്നത്ത് കിട്ടൂല എന്ന് മാത്രമല്ല അതും കറാത്ത. കാരണം എന്താണ്? തർത്തീബ് തെറ്റിച്ചു. ഫാത്തിഹയ്ക്കാണ് മുൻഗണന കൊടുക്കേണ്ടത്, കാരണം അത് ഫർളാണ്. അതിന് ശേഷമാണ് സൂറത്ത് ഓതേണ്ടത്. ആ തർത്തീബ് തെറ്റിച്ച് ഫർളിന്റെ മുമ്പ് സുന്നത്താവുന്ന ഖിറാഅത്ത് കരുത്തി. അപ്പൊ അവിടെ സുന്നത്തൊട്ട് കിട്ടൂല, അതിന്റെ പുറമെ കൽപ്പിക്കപ്പെട്ടതിന്റെ വിപരീതമായത് കൊണ്ട് കറാത്തും വരും. ഇനി ഇനി വേറെ വിഷയം പറയുന്നത്, വയംബഗി നിർബന്ധമാണ്, സാധാരണ എംബഗിക്ക് അർത്ഥം വെക്കൽ സുന്നത്താണ് എന്നാ. മനസ്സിലായില്ലേ? എംബഗി അലായംബഗി എന്ന സുന്നത്തിന്റെയും കറാഹത്തിന്റെയും മേൽ അറിയിക്കുന്ന ഇബാറത്താണ് സാധാരണ. പക്ഷെ ചില സ്ഥലങ്ങളിൽ വുജൂബിന്റെ അർത്ഥത്തിനും വരാറുണ്ട്, ലായംബഗിക്ക് ഹറാമിന്റെ അർത്ഥവും വരാറുണ്ട്. ഇവിടെ അങ്ങനെ വുജൂബിന്റെ അർത്ഥത്തിന് വന്നതിൽപ്പെട്ടതാണ്. വയംബഗി നിർബന്ധമാണ്, അല്ലാ യഖറ ഓതാതിരിക്കൽ, ഗൈറുൽ ഫാത്തിഹത്തി ഫാത്തിഹ അല്ലാതെ മറ്റൊന്നും ഓതാതിരിക്കൽ നിർബന്ധമാണ്. ആര്? മൻ, ഒരാള്. എങ്ങനത്തെ ആളാണ്? യൽഹനു ഫീ, ആ ഫാത്തിഹ അല്ലാത്ത ഓത്തിൽ പയവോതും. എങ്ങനത്തെ പയവ്? ലഹ്നൻ യുഗയ്യിറുൽ മഅന, അർത്ഥത്തിന് തകരാറ് വരുന്ന നിലക്കുള്ള തെറ്റേ ഒരു മനുഷ്യന് ഓതാൻ കിട്ടൂ എങ്കിൽ അയാൾ ഓതൽ ഹറാമാണ്, ഓതാതിരിക്കൽ വുജൂബാണ്. ഇവിടെ ചില ആശയക്കാരെ എന്നെ ഇഷ്കാലാക്കിയിട്ടുണ്ട്. എംബഗി എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്നല്ലേ അർത്ഥം വരുള്ളൂ. അത് അതിന്റെ ഓരിഭായമാനെ അധിക സ്ഥലത്തും എംബഗി എന്ന് പറഞ്ഞാൽ സുന്നത്ത് എന്നാ. എന്നാൽ നാദിറായിട്ട് വുജൂബിന്റെ മാനക്കും വരും. അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് ഇവിടെ. ഇവിടെ ഓതാതിരിക്കൽ നിർബന്ധമാണ്. കാരണം എന്താണ്? മായന മാറുന്ന നിലക്ക് പ്രയോജനം. അത് ഖുർആനല്ല, അജ്നബിയായ കലാമാണ്. അജ്നബിയായ കലാം നിസ്കാരത്തിൽ പറയൽ ഹറാമല്ലേ? അതുകൊണ്ട് എന്നാൽ വൈ നജസാനി താലുമി, ശരിക്കും ഓതി പഠിക്കാൻ ഇയാൾക്ക് കഴിയാത്ത ആളാണ്. ഒന്ന് വാർദ്ധക്യം കൊണ്ട് സാധിക്കുന്നില്ല, അതല്ലെങ്കിൽ നാവിന് കൊഞ്ഞുള്ളത് കൊണ്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന ഉസ്താദന്മാരും ഇല്ല, അതല്ലെങ്കിൽ ഇയാളൊരു മന്ദബുദ്ധിയാണ്, പഠിച്ചാലും മനസ്സിലാവൂല. എന്നാലും ഓതണ്ടാന്ന്. ഫർദില്ലല്ലോ, ഫാത്തിഹ ഓതലല്ലേ ഫർദുള്ളൂ. അത് ഓതിയില്ലേ? സൂറത്ത് ഓതുന്ന പുണ്യം കിട്ടാനല്ലേ? തെറ്റ് അർത്ഥം ഖുർആന്റെ അർത്ഥത്തിൽ വ്യത്യാസം വരുന്ന കെലിമത്ത് ഓതിയിട്ട് അതുകൊണ്ട് കുറ്റം വാങ്ങാൻ നിൽക്കുന്നതിനാട്ടിലും നല്ല ഓതാ നിൽക്കലല്ലേ? എന്തുകൊണ്ടില്ല എത്തകലും ഖുർആാനിൻ, ഖുർആൻ അല്ലാത്തത് കൊണ്ടാണ് അവൻ സംസാരിക്കുന്നത്. കാരണം അർത്ഥം മാറുന്ന ലൈന് വന്നാൽ അത് ഖുർആൻ അല്ലാതായി. ഖുർആൻ അല്ലാത്തത് സംസാരിക്കണ്ടേ? അതാണെങ്കിലോ ബിലാറൂറത്തിൻ ഫർവൊന്നും ഇല്ലല്ലോ. ഫാത്തിഹ ആണെങ്കിൽ പിന്നെ വെറൂറത്താണ്. കാരണം ഫാത്തിഹ ഇല്ലാതെ നിസ്കാരം ചെയ്യാവൂല, സൂറത്തോതാതെ നിസ്കാരം ചെയ്യാവൂലോ. അപ്പൊ ശരിക്കും ഓതാൻ കിട്ടുന്നവർ ഓതിയാ മതി. അർത്ഥം മാറുന്ന നിലക്കുള്ള പിഴവേ പറ്റൂ. എങ്ങനെ അവൻ ഓതാൻ തന്നെ പാടില്ല എന്ന്. ഒത്തർക്ക് സൂറത്ത് ജായിസ, വെറൂറത്തിൽ ഞാൻ കാരണം സൂറത്ത് ശരിക്കും 30 ജുസും ഖുർആൻ ഹിഫ്ളുള്ള ഒരാൾ തന്നെ ഫാത്തിഹ മാത്രം ഓതി നിസ്കരിച്ചാൽ നിസ്കാരം ചെയ്യാവുമല്ലോ, ഹറാമിന്റെ കുറ്റം കിട്ടൂലല്ലോ. അപ്പൊ വെറൂറത്തില്ല ആയത്തോതിൽ. ആ നെറൂറത്തില്ലാത്ത സാഹചര്യത്തിൽ പേവോതി ആ അജ്നബിയായ കലാമല്ലേ? ഈ അജ്നബിയായ കലാമിനെ നിസ്കാരത്തിൽ കൊണ്ടുവന്ന് നിസ്കാരം ബാത്തിലാക്കാൻ നിൽക്കണ്ടല്ലോ എന്ന്. വമുഖ്തദാ കലാമുൽ ഇമാമി, ഇമാം ഹറമൈനി തങ്ങളുടെ കലാമിന്റെ ആശയം അൽ ഹുർമ, ഹറാമ് തന്നെയാണ്. അത് തന്നെയാണ് ഇബ്നു ഹജർ ഹൈതമിന്റെ കലാമിന്റെയും മുഖ്തദ. യംബഗി അറിയുമ്പോ വുജൂബാണെന്ന് അർത്ഥം വരും. കഴിഞ്ഞില്ല, തീർക്കണം എന്നുണ്ട്. ഇനി തീരൂല, ഇനി കുറെ ഓതാണ്ട്. ഒരു ഓത്തിനും കൂടി നല്ലോണം അടിച്ചു വിട്ടോതിയാല് തന്നെ ഓരോ ഓത്തിനും തീരുമെന്ന് അറിഞ്ഞില്ല, അത്ര ഉണ്ട്. പിന്നെയാണ് റുക്കൂ എന്ന് പറയുന്ന 5-മത്ത്. ഞാൻ എങ്ങനെയും തീരുന്നൊക്കെ കരുതി, സാധിക്കൂല. സമയം നമ്മൾ സാധാരണ ഓതുന്ന സമയം എമ്പാടും പിന്നെ കുറച്ചു അവിടെ നിൽക്കട്ടെ.
അല്ലെ? അജൂരെ മതിയാക്കുക. ബാക്കി ഇവിടെ ഉള്ളവർക്ക് ചോദിക്കാൻ പറ്റും, മറ്റോടത്ത് ഉള്ളവർക്ക് ചോദിക്കണമെങ്കിൽ ഇങ്ങോട്ട് കയറി വരേണ്ടി വരും. അതിനിപ്പോ എന്താ വല്ല മാർഗം ഉണ്ടോന്ന് അല്ലാഹു റസൂലുഹു ആയാലും. കുറെ ആളുകൾ അതിലുണ്ട്, അതിന് പണിയുണ്ട്. ചോദ്യം ഇല്ലാത്തവരേക്ക് മാറിക്കൊടുത്ത് ചോദ്യം ചോദിക്കേണ്ടവര് ഇതിക്ക് വരാൻ പറ്റണ വല്ല സൗകര്യമൊക്കെ ചെയ്തു കൊടുത്താൽ കുറച്ചു നേരം നമുക്ക് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുള്ള ചോദിക്കാം. അല്ലെങ്കിൽ ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുമാറാകട്ടെ. അറിവില്ലായ്മ കൊണ്ട് ഓർമ്മക്കുറവ് കൊണ്ടൊക്കെ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അതുപോലെ തന്നെ ഉസ്താദന്മാര്, വിവരമുള്ള ഉസ്താദന്മാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. ചിലരൊക്കെ അങ്ങനത്തെ ഒരു പറയുന്ന കൂട്ടത്തില് പിഴവോ തെറ്റോ ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ഉണർത്തണം. അതൊരു സേവനാണ്. നമ്മളാരും ഇതിപ്പോ തേഞ്ഞോരില്ല. അപ്പോ പിഴവുകളോ വീഴ്ചകളോ തെറ്റുകളോ ഒക്കെ കണ്ടാൽ അത് ഉണർത്തണം. അതൊരു വലിയ സേവനമാണ്. അല്ലാഹു തആല അർഹമായ പ്രതിഫലം എല്ലാ ഉസ്താദന്മാർക്കും നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് മൈക്ക് കേൾക്കാനും ചോദ്യകർത്താക്കൾക്ക് വേണ്ടി കൈമാറുന്നു. കെട്ടിട്ട കയറുകളൊക്കെ അഴിച്ചിടുക. ഇന്ന് കെട്ടിടണ്ടെന്നൊക്കെ കരുതിന് നമ്മള്. പക്ഷെ അപ്പോക്ക് ആൾക്കാര് ഓരോരുത്തന്റെ അലച്ച് ആക്കറി, അങ്ങനെയാണ് അതിന് ആരൂര് ഞങ്ങളെ കീശേരി മലയാളത്തിൽ പറയാം, ആക്കറ. അലച്ച കാട്ടിയിട്ട് എവിടെയൊക്കെയോ നടക്കുന്ന എന്തൊക്കെയോ കൂത്താട്ടങ്ങളുടെ പരസ്യം ഈ ഇൽമിന്റെ മജ്‌ലിസിൽ കൊണ്ടുവന്നിട്ട് യാതൊരു പടച്ചോനെ പേടിയില്ലാതെ ഓരോരുത്തർ എന്താണ് ഞാൻ ചെയ്യുന്നത് എന്ന്. നമ്മൾ ചെയ്യുന്നത് എന്ന് പറയുമ്പോ കയ്യോണ്ടും കാലുകൊണ്ടും ചെയ്യുന്നതും നാവുകൊണ്ട് പറയുന്നതും പേന കൊണ്ട് എഴുതുന്നതും ഒക്കെ നാളെ റബ്ബിന്റെ മുന്നിൽ വിചാരണ ചെയ്യപ്പെടും എന്നൊരു ബോധം നമുക്കുണ്ടാകുന്നത് നന്ന്. ഞാൻ ആരെയും പ്രത്യേകം കുറ്റപ്പെടുത്തുകയല്ല. സുന്നികളെ എല്ലാവരെയും ഒരുപോലെ ബഹുമാനിക്കുന്ന ഒരു സാധുവാണ് ഞാൻ, മനസ്സിലായില്ലേ? എന്നാലും നമ്മള് ഒരു കാര്യബോധവും ഉത്തരവാദിത്വ ബോധവും ഒക്കെ ഉണ്ടാകുന്ന എല്ലാവർക്കും നന്ന്. അനവസരങ്ങളിൽ അസ്വസ്ഥത സൃഷ്ടിച്ചുകൊണ്ട് നാം ചെയ്യുന്ന ഈ അലച്ച അള്ളാഹുവിന്റെ അടുക്കൽ നമ്മൾ മറുപടി പറയേണ്ടി വരും എന്ന് ഓർക്കണം. മനസ്സിലായില്ലേ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു ആദർശ പ്രസ്ഥാനമാണ്. അത് 4 ഖുലഫാഉർ റാഷിദീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ടും സ്വീകരിച്ച് ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്ത മാർഗമാണ്. 4 മദ്ഹബിന്റെ ഇമാമുകൾ ലോകത്ത് കാണിച്ചു കൊടുത്ത മാർഗങ്ങളാണ്. 4 അഖ്താബീങ്ങൾ ലോകത്ത് കാണിച്ചു കൊടുത്ത മാർഗമാണ്. അതാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അതിന്റെ സൗകര്യാർത്ഥം ഓരോ നാട്ടിലും ഓരോ കാലത്തും അതാത് കാലത്തെ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് അതിന് ചില നിളാമുകൾ മഹാന്മാര് കാണിച്ചു തരും. അതൊക്കെ ദീന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയാ. നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്താണ് ദീൻ, അതാണ് പ്രസ്ഥാനം, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്, അതാണ് ഖുലഫാഉർ റാഷിദുകൾ നമ്മൾക്ക് കാണിച്ചു തന്നത്, അതാണ് അയിമത്തുൽ അർബഅത്ത് നമ്മളുടെ പഠിപ്പിച്ചത്, അതാണ് അഖ്താബുൽ അർബഅത്ത് നമ്മൾക്ക് നേതൃത്വം നൽകിയത്. അതിന്റെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ഓരോ പ്രദേശത്തും ഓരോ നാട്ടിലും ഓരോ കാലഘട്ടത്തിലുമുള്ള മഹത്തുക്കളായ നേതാക്കൾ, ഉലമാക്കൾ, സാദാത്തുക്കൾ ചില നിളാമുകൾ ഉണ്ടാക്കും. ആ നിളാമ് എന്തിനു വേണ്ടിയാണ്? അള്ളാഹുവിന്റെ ദീനാവുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മസ്ലഹത്തിന് വേണ്ടിയാണ്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന കോലാഹലത്തിന്റെ ഒക്കെ ആവശ്യം ഒരുപാട് കുറഞ്ഞു വരും. നമ്മൾക്കൊക്കെ മരിച്ചു പോകണ്ടേ? നാളെ നമ്മൾ വിചാരണ ചെയ്യപ്പെടൂലേ? സംഘടനയാണ് എന്ന് എഴുതിയിട്ട് നാളെ അള്ളാഹു തആല വിചാരണ ചെയ്യൂലെന്നുണ്ടോ? ഒരിക്കലും ഇല്ല. എന്തിന്റെ പേരിലാണെങ്കിലും നാം നാവെടുത്താലും നാം പേനെടുത്താലും എന്തിനു വേണ്ടിയായിരുന്നു എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല ചോദിക്കും. ഒരാളെ ചെറുതാക്കാനും ഒരാളെ അവമതിക്കാനും ഒരാളെ അവഹേളിക്കാനും മറ്റു കുറെ ആളുകളെ കൊച്ചാക്കാനും അതൊന്നും അള്ളാഹും റസൂലും പൊരുത്തപ്പെടുന്ന കാര്യങ്ങളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം.
ആഖിറം രക്ഷപ്പെടണം നമുക്ക് ഓരോരുത്തർക്കും. ഞാൻ ആരെയും പ്രത്യേകം ആക്ഷേപിക്കല്ല ഇന്ന്. നമുക്കൊക്കെ ആഖിറം രക്ഷപ്പെടണം. ആഖിറം രക്ഷപ്പെടാൻ അള്ളാഹുവിന്റെ അടുക്കൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ തൃപ്തികരമായ മറുപടി പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലാത്തത് നമ്മൾ എഴുതിയാലും പറഞ്ഞാലും ചെയ്താലും റബ്ബിന്റെ മുന്നിൽ നമ്മൾ ഉത്തരം മുട്ടും. അത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നല്ല ഇൽമിന്റെ മജ്ലിസുകളിൽ ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ നമുക്കൊക്കെ മരിച്ചു പോകേണ്ട ഹബീബന്മാരെ. എന്താണ് നമ്മൾ ഈ ചെയ്യുന്നത്? നമ്മൾ ആരെ ചെറുതാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആരോടുള്ള പക വീട്ടാൻ വേണ്ടിയിട്ട്, ആരോടുള്ള അസൂയ തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? സുന്നത്ത് ജമാഅത്തിന് പുറത്തുള്ളവരെ വിടിങ്ങൾ, അവരെ വിടി, അവരെ കണക്കെഴുതി കളി. കാരണം എന്താ വെച്ചാൽ അത് വേറെ മില്ലത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സതഫ്തരിഖു ഉമ്മത്തി അലാ 73 മില്ല, 73 സമുദായമായി പിരിയുന്ന, അത് വേറെ വേറെ സമുദായമാണ്. സമുദായം ഒന്നാണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആ സമുദായത്തിൽ എന്തൊക്കെ മസ്ലഹത്തിന് വേണ്ടിയിട്ട് ചെറിയ നിലാമ വ്യത്യാസങ്ങൾ, ഉദാഹരണം പറഞ്ഞ സമസ്ത, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടന സമസ്ത, അത് ബഹുമാനപ്പെട്ട താജുൽ ഉലമ തങ്ങൾ പാപ്പയും ഇപ്പോ ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ഉസ്താദും മഹാനായ ഖമറുൽ ഉലമ ഉസ്താദും നേതൃത്വം കൊടുക്കുന്ന അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഏറ്റവും നല്ല, ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും നല്ല ഖൈറായ നിലാം അതാണ്. എന്നാൽ സുന്നത്ത് ജമാഅത്തിന്റെ മറ്റൊരു നിലാമ് തന്നെയാണ് ബഹുമാനപ്പെട്ട ആനക്കര കോയക്കുട്ടി മുസ്ലിയാരും ബഹുമാനപ്പെട്ട കൊണ്ടോട്ടി സൈന്തി മുസ്ലിയാരും നേതൃത്വം കൊടുക്കുന്ന സമസ്ത. അത് സുന്നത്ത് ജമാഅത്തിന്റെ പുറത്താന്ന് പറയാൻ നമുക്ക് കഴിയില്ല. അതിലുള്ള ചില കുട്ടികളൊക്കെ ഓല ചിലൊക്കെ കളിയൊക്കെ കണ്ടാൽ എവിടുക്കാ പോകണമെന്ന് ബേജാറാവും. എന്നാലും ആ സംഘടന സുന്നത്ത് ജമാഅത്തിന്റെ നിലാമുകളിൽപ്പെട്ട ഒരു നിലാമാണ്. എന്തെങ്കിലുമൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് നമ്മളെ ഈമാനും ആഖിറും നഷ്ടപ്പെടുത്തുന്ന നിലക്ക് തമ്മിൽ തല്ലേണ്ട എന്താ ആവശ്യം നമുക്ക്? നിങ്ങൾ സ്വർഗത്ത് കടന്നുകൊണ്ട് ഏൽപ്പിക്കും ആളുകൾക്കും സ്വർഗം ഇല്ലാതാവൂ? അത്ര ചെറുതാണ് സ്വർഗം? അല്ലെങ്കിൽ ഏൽപ്പി ആളുകൾ സ്വർഗം കടന്നു തന്നെയോണ്ട് മറ്റവർക്ക് സ്വർഗത്ത് സ്ഥലം ഇല്ലാതാവുമോ? രണ്ടും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ വിശ്വസിക്കുന്നവരല്ലേ? സമസ്ഥാന ഫിഖ്ഹിയായ ചില വിഷയങ്ങളിലൊക്കെ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദയിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ലല്ലോ. അതുകൊണ്ട് ഒരു കാഫറാണെന്നോ നരകത്തിലാണെന്നോ ഓല ചവിട്ടിത്തേക്കാനും കളിയാക്കാനും നമ്മൾ ഇറക്കണോ? നമ്മളെ കളിയാക്കാനും ചവിട്ടിത്തേക്കാനും നരകത്തിലാണെന്ന് അറിയാനോ ഓല ഇറക്കണോ? ഫിഖ്ഹിയായ ചില ഖിലാഫുകൾ ഇമാമിയങ്ങൾക്കിടയിൽ ഉണ്ടാകലുണ്ടല്ലോ. അതുപോലെ ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞ പണ്ടുണ്ടായത് ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ അന്നത്തെ പ്രത്യേക സാഹചര്യത്തിൽ യാത്രാ സൗകര്യങ്ങളും ആധുനിക സംവിധാനങ്ങളുടെയൊക്കെ അപര്യാപ്തത കാരണം തെക്കൻ കേരളത്തിലേക്ക് സുന്നത്ത് ജമാഅത്തിന്റെ സംഘടിത പ്രവർത്തനം എത്തിക്കാൻ പ്രയാസമായപ്പോ അവിടെയുള്ള ഉലമാക്കളെ വിളിച്ചുകൂട്ടി നിങ്ങൾ അവിടെ ഒരു സംഘടന രൂപീകരിച്ച് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചോളൂ എന്ന് സമസ്തന്റെ നേതാക്കന്മാര് സമ്മതം കൊടുത്തതനുസരിച്ചാണ് അവിടെ അങ്ങനെ സംഘടന ഉണ്ടായത്. പക്ഷെ പിൽക്കാലത്ത് അവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ തബ്ലീഗിനെതിരെ ശക്തമായി നീങ്ങാൻ അവർക്ക് സാധിച്ചിട്ടില്ല എന്നത് വേറെ വിഷയം. എന്നാലും അത് മുബത്തദീങ്ങളുടെ സംഘടനയല്ല. അതിന്റെ പേരിലൊക്കെ എന്തെങ്കിലും ചെറിയ അഭിപ്രായ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് നല്ലൊരു ഇൽമിന്റെ മജ്ലിസിന് കേടാക്കാൻ, നമ്മളെ മലായിക്കത്തിന്റെ പണി കൂട്ടി കൊടുക്കാൻ, ആഖിറത്തിൽ നമ്മളിതൊക്കെ എഴുതി വായിച്ച് അള്ളാഹു തആല ചോദിക്കുമല്ലോ എന്തിനായിരുന്നു ഇത് എഴുതി, എന്തിനായിരുന്നു ഇത് പറഞ്ഞത്. ആ ബോധം ഞമ്മക്കൊക്കെ, ഞാൻ എന്നോട് പറയാം, ഞങ്ങളെ ആരും ഉപദേശിക്കാൻ ഞാൻ അഹിലല്ല. ഞാൻ എന്റെ സ്വന്തം നഫ്സിനോട്, പിന്നെ എന്നെ പോലെ കണക്കാക്കി എന്റെ പ്രിയപ്പെട്ട സുന്നത്ത് ജമാഅത്തിന്റെ എല്ലാ ആളുകളോടും പറയാം, തർക്കമൊക്കെ നന്ന്, എതിരൊക്കെ നന്ന്, പക്ഷേ നമ്മൾ ആഖിറം മറന്നുകൊണ്ട് ആകരുത്. അള്ളാഹു വലുതാക്കിയവരെ ചെറുതാക്കാൻ നമ്മളോട് ആരോടും കഴിയൂല. അത് വെറുതെയാണ്. അള്ളാഹു തആല ഒരാളെ ഉയർത്താൻ ഉദ്ദേശിച്ചാൽ ലോകം എല്ലാരും കൂടി താഴ്ത്താൻ ഉദ്ദേശിച്ചാൽ താവൂല, നമ്മളായിരിക്കും താവുക. അള്ളാഹു ഉദ്ദേശിച്ചവരങ്ങനെ പൊന്തിപ്പോവും. എന്തിനു ആരാന് വേണ്ടിയിട്ട് നമ്മള് ആരാന് ചെറുതാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഞങ്ങൾ സ്വയം നശിക്കുന്നത് എന്തിനാണ്? വല്ല കാര്യമുണ്ടോ? നമ്മളോട് കഴിയുന്ന ഖിദ്മത്ത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ചെയ്യാന്നല്ലാതെ. ഞാൻ പറഞ്ഞതിൽ അധികപ്പറ്റി വന്നു പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. ഞാൻ ഉദ്ദേശം സതുദ്ദേശത്തോടു കൂടി ഇഖ്ലാസോടു കൂടിയാണ് പറഞ്ഞത്. എനിക്ക് ആരോടും ഒരു വിരോധമില്ല. സുന്നികളാണെങ്കിൽ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ, അതിന്റെ പ്രവർത്തകന്മാരാണെങ്കിൽ അവരോടൊക്കെ എനിക്ക് ബഹുമാനേ ഉള്ളൂ, സ്നേഹമുള്ളൂ.
പക്ഷെ ഞാൻ എന്റെ നഫ്സിനെ പോലെ കണക്കാക്കിയിട്ടാ പറയണത്. ഇത് നമ്മള് സംഘടനക്ക് വേണ്ടി എന്തും ചെയ്യാ എന്നില്ലട്ടാ. അള്ളാഹുവിന്റെ ദീനാണ് ഇതൊക്കെ. സംഘടനക്ക് വേണ്ടി ചെയ്യുള്ളൂ. അള്ളാഹു റസൂൽ പൊരുത്തപ്പെട്ടതും അനുവദിച്ചതുമേ ചെയ്യാൻ പാടുള്ളൂ. സംഘടനക്ക് വേണ്ടിയാണെങ്കിൽ എന്തും ചെയ്യാ. അവിടെ അതിന് കുഴപ്പമൊന്നുമില്ലാതെ അത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനമൊന്നും അല്ല. ഇത് ദീനാണ്, അള്ളാഹുവിന്റെ ദീനാണ്. എന്ത് ചെയ്യുമ്പോഴും അള്ളാഹു റസൂലും അനുവദിച്ച പരിധിയിൽ നിന്നുകൊണ്ടായിരിക്കണം. ഒരാളെ ചെറുതാക്കാനോ ഒരു സംഘടനയെ കീഴ്ത്താനോ മറ്റുള്ളവരുടെ മുന്നിൽ അതിനെ അവഹേളിക്കാനോ അവമതിക്കാനോ വേണ്ടി എന്തും പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബിന്റെ മുന്നിൽ രണ്ട് കൈയും കെട്ടി നിന്ന് മറുപടി പറയേണ്ടി വരും എന്നുള്ള ബോധം എന്റെ നഫ്സിനോടും പിന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും എപ്പോഴും നമുക്ക് വേണം എന്ന് ദീനിന്റെ പേരിൽ സ്നേഹപൂർവ്വം ഉണർത്തി ആ ദർസിൽ ആ നോട്ടീസ് കണ്ടതുകൊണ്ട് പറയേണ്ടി വന്നതാണ്. എന്റെ അടുക്കൽ അധികം പറ്റു വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അള്ളാഹു തആല നമുക്കൊക്കെ ഖൈറ് നൽകുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ മൈക്ക് മാറുന്നു. ചോദ്യകർത്താക്കൾക്ക് മൈക്കിൽ വരാം. ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കുമുല്ലാഹു അഹ്സനൽ ജസാ യാ ഉസ്താദ്. ഉസ്താദ് ഇത്ര പറഞ്ഞല്ലോ, അത് വളരെ നന്നായി ഉസ്താദെ. ഞാനിപ്പോ ആ ഒരു വിഷയത്തിലേക്ക് കയറുന്നല്ലോ, ഇപ്പോൾ ആ വിഷയം അല്ലല്ലോ. ചിലത് ഉസ്താദിന് ഇപ്പൊ എല്ലാം അറിഞ്ഞോളണമെന്നല്ല. ഉസ്താദ് ഇപ്പൊ എല്ലാ സ്ഥലത്തും അറിയില്ല. ഫേസ്ബുക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ഉസ്താദെ ഖദ്റജിനെ കൊണ്ടും AP ഉസ്താദിനെ കൊണ്ടും ഒരാളെ കൊണ്ട് എന്തൊക്കെയാണ് ഉസ്താദ് ചെയ്യുന്നത്. കാർട്ടൂൺ വരച്ചിട്ട് വളരെ മോശമായതും അതിന് അടിക്കുറിപ്പൊക്കെ കൊടുക്കുന്നു ഉസ്താദ്. ഏതായാലും അത് എല്ലാ ആൾക്കാരുണ്ട് ഉസ്താദെ. മറ്റൊക്കെ റൂമിൽ പോയാൽ വളരെ മോശമാണ്. അത് ഉസ്താദിന്റെ ഈ വാക്കിൽ നിന്ന് ആൾക്കാർക്ക് ഉസ്താദ് ഈ സബ്ജക്ട് ധാരണ കൈകാര്യം ചെയ്യാറില്ല. ഉസ്താദ് പറഞ്ഞ് വളരെ നന്നാണ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഉസ്താദ് ഈ പറഞ്ഞ വാക്ക് തന്നെ. ഞാൻ അതിനൊന്നും നിൽക്കാറില്ല. എന്തൊക്കെയോ ആണ് ഇത് അത് കാണുമ്പോൾ തന്നെ വിഷമമുണ്ട്. ഏതായാലും സുന്നികൾ തന്നെ ഇങ്ങനെ ആകുമ്പോൾ വിഷമമുണ്ട്. ഇൻഷാ അല്ലാഹ് ഉസ്താദ് ഞാനിതിൽ ഒരു കാര്യം ഉണ്ട് ഉസ്താദെ. വയംബഗി അല്ലാ യഖറഅ ഗൈറൽ ഫാത്തിഹത്തി മൻ യൽഹനു ഫീഹി ലഹ്നൻ യുഗയ്യിറുൽ മഅന എന്ന് ഇപ്പൊ വായിച്ചതിൽ പറഞ്ഞു ഉസ്താദെ. ഇവിടെ ഫാത്തിഹ അല്ലാത്ത മറ്റു സൂറത്ത് ഓതാതിരിക്കണം. എങ്ങനെ? മഅന വ്യത്യാസം വരുമ്പോൾ, മഅനം വ്യത്യാസം വരുന്ന രീതിയിൽ ഓതാൻ പാടില്ല എന്ന്. ഇത് മഖറജിൽ മാത്രം വാദിച്ചതാണ് ഉസ്താദെ. അല്ലെങ്കിൽ ചിലപ്പോ ഓതുമ്പോ ഇപ്പൊ ഖുർആനിൽ തന്നെ വയഖൂലുന മത്താ ഹാദൽ വഅദു ഇൻ കുൻതും സാദിഖീൻ തുടങ്ങി പല സ്ഥലത്തും സൂറത്ത് മുൽക്കില്, യാസീനില്, വയഖൂലുന മത്താ ഹാദൽ ഫത്ഹു ഇൻ കുൻതും സാദിഖീൻ, സൂറത്ത് സജിദയില് ഒക്കെ ഉണ്ടല്ലോ ഉസ്താദെ. ഇങ്ങനെ ഇപ്പൊ ഇവിടെയാണെങ്കിൽ ഇമാമിങ്ങൾ നിർത്തുമ്പോൾ അറബികൾ പെട്ടെന്ന് തെറ്റുമ്പോൾ പറഞ്ഞു തരും. തെറ്റോ ശരിയോ നോക്കിയിട്ടല്ല, അവര് ബാത്തലാങ് നിർക്കൽ ചെയ്തു തരും. നാട്ടിലാവുമ്പോൾ സാധുക്കളായ ആൾക്കാർക്ക് ഹിഫ്ള് ഉണ്ടാവൂല. ഇങ്ങനെ എനിക്ക് തെറ്റും എന്ന് തോന്നിയാൽ തന്നെ ഉസ്താദെ ആ സമയത്ത് സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ എന്ന്, അങ്ങനെ മഖ്റജും കൂടി വാദിക്കുന്ന അടിസ്ഥാനത്തിൽ സൂറത്ത് ഓതൽ സുന്നത്തുണ്ടോ ഉസ്താദെ എന്നുകൂടി പറഞ്ഞാൽ ഉപകാരമായിരിക്കും. നിർത്തുന്നു. ഉസ്താദ് ദുആ ചെയ്യണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. മഖ്റജ് എന്ന് പറഞ്ഞത് രണ്ടേ ആദ്യമുണ്ട്. അക്ഷരം തന്നെ മാറിപ്പോവുകയും ആ അക്ഷരം മാറുന്നതിനാൽ കെലിമത്തിന്റെ അർത്ഥം മാറുകയും ചെയ്യുന്ന തരത്തിലുള്ളതാണെങ്കിൽ ഈ പറഞ്ഞ പരിധിയിൽപ്പെടും. എന്നാൽ ഹഖീഖിയായ ശരിയായ മഖ്റജിൽ നിന്ന് വരുന്നില്ല എങ്കിലും മറ്റൊരു ഹർഫായി അത് രൂപപ്പെടാത്തതിന്റെ പേരിൽ അർത്ഥം പൂർണ്ണമായി മാറുന്ന മറ്റൊരു കെലിമത്താകാതെ വരുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ ചുരുക്കി പറയാൻ കാരണം എന്താന്ന് വെച്ചാല്, ചില ഉദാഹരണം വാദ് പറയേണ്ടോർത്ത് വാ പറഞ്ഞാൽ അവിടെ കേവലം മഖ്റജ് അല്ല മാറുന്നത്, ഹർഫാണ് മാറുന്നത്. ഈ ഹർഫ് മാറുമ്പോൾ ഒന്ന് വലാലത്തിൽ നിന്നുള്ളതാണ്, മറ്റൊന്ന് ദുൽമത്തിൽ നിന്നിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? ഒന്ന് വഴികേടാണ്, മറ്റൊന്ന് ഇരുട്ടാണ് എന്നതുപോലെ അർത്ഥം തന്നെ വ്യത്യാസപ്പെടുന്ന നിലക്ക് മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിലാണ് ഓതാൻ പാടില്ല എന്ന് പറയുന്നത്. അതേ സമയത്ത് പൂർണ്ണമായി മഖ്റജ് എന്ന് കൃത്യമായിട്ട് ഇങ്ങോട്ട് ഓതാൻ അറിയില്ല, എന്നാൽ അക്ഷരം ഒന്ന് മറ്റൊന്നായി മാറുന്ന നിലക്ക് വ്യത്യാസപ്പെടുന്നു ഇല്ലെങ്കിൽ ഈ പറയുന്ന ഓതാൻ പാടില്ല എന്ന പരിധിയിൽ വരൂല. അർത്ഥം മാറുമാർ ഹർക്കത്ത് വ്യത്യാസപ്പെടുക, അക്ഷരം വ്യത്യാസപ്പെടുക, അത് മുഖേന കെലിമത്ത് തന്നെ മാറിപ്പോവുകയും അർത്ഥം മാറുകയും ചെയ്യുമ്പോൾ ഖുർആൻ അല്ലാത്ത മറ്റൊരർത്ഥമുള്ള വാക്കായല്ലോ, അപ്പൊ ഖുർആൻ അല്ലാതാവും.
അവിടെയാണ് പാടില്ലാതെ. അതില്ലാത്ത നിലക്ക് കാമിലായ നിലക്ക് പൂർണ്ണമായ നിലക്ക് മഖ്റജ് സഹിയാവുന്നില്ലെങ്കിലും മറ്റൊരു ഹറഫായി രൂപാന്തരപ്പെട്ട് അർത്ഥം മാറുന്ന രീതിയിൽ വരുന്നില്ലെങ്കിൽ ഈ പറയുന്ന ഹറാമ് വരൂല. ഓക്കെ, വേറെ ചോദിക്കാനില്ല. പക്ഷേ അഡ്മിന്മാർ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരും ഒന്ന് ഡോട്ട് ഒഴിവാക്കി കൊടുക്കുകയും ചോദിക്കുന്നവർ ചോദിക്കട്ടെ. പിന്നൊന്ന്, മറ്റേ റൂമിൽ 75 ചില്ലറ ആൾക്കാരുണ്ട്. ഈ റൂമിൽ പല ആൾക്കാരും ID മാത്രം ഇട്ട് എവിടെയും പുറത്തു പോയവരുണ്ട്. അങ്ങനെയുള്ളവരായിരിക്കും അറിയുന്നെങ്കിൽ അവരെ ഡോട്ടോ മറ്റോ ചെയ്ത് ബോണസോ മറ്റോ ചെയ്ത് ഒഴിവാക്കി ആൾക്കാരെ കഴിയുന്നതും മൈക്കിലേക്ക് വരാൻ വേണ്ടി ഈ റൂമിലേക്ക് തന്നെ വരാനുള്ള സൗകര്യം ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും ഡോട്ട് ഉസ്താദന്മാരാരാ അടിമാരുള്ളത് അഡ്മിന്മാരൊക്കെ ഈ ഡോട്ട് ഒഴിവാക്കി കൊടുക്കുക. ആൾക്കാർക്ക് ശ്രോതാക്കൾക്ക് ചോദിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ദയവായി ഒന്ന് ഒഴിവാക്കി കൊടുക്കുക. പിന്നെ സ്ഥിരമായി നമ്മൾക്ക് രാത്രിയൊക്കെ വരുന്നവരെ മാത്രമാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ എന്തെങ്കിലും ഒഴിവാക്കിക്കൊണ്ട് മറ്റുള്ള റൂമിൽ നിന്ന് ഈ റൂമിലേക്ക് വരാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും. ഡോട്ടിട്ടുകാരെ ഇനി ഓരോ ഭയമാണ് ഡോട്ട് കളയാ. ഉള്ളവർക്ക് വന്ന് ചോദിക്കാലോ. ഡോട്ട് ഒഴിവാക്കി കളി ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ഡോട്ട് ഇടേണ്ട ആവശ്യമില്ലല്ലോ. സാധാരണ ദർസ് കഴിയുമ്പം തന്നെ ആ ഡോട്ട് ഒഴിവാക്കലാണ്. ഇന്നെന്തോന്ന് പറഞ്ഞാൽ അത് ഇട്ടാള് മറ്റേമാണെങ്കിൽ ചിലപ്പോൾ മറ്റേ റൂമിലോ മറ്റോ ആയിരിക്കാൻ സാധ്യത ഉണ്ട്. ഏതായാലും ആരെങ്കിലും അഡ്മിന്മാര് ഡോട്ട് നിർബന്ധമായിട്ടും അടിയന്തരമായി ഒഴിവാക്കേണ്ടതാവുന്നു.